കടൽ കാണാൻ പോകുന്നവരെല്ലാവരും വിനോദസഞ്ചാരികളല്ല. കടൽ കാണാൻ പോകുന്ന എല്ലാവരും വിനോദസഞ്ചാരികളല്ല. ചിലരെങ്കിലും കടലിനോട് കടലോളം സംസാരിക്കുവാനാണ് പോകുന്നത്. ചിലരെങ്കിലും കടലിനോട് കടലോളം സംസാരിക്കാനാണ് പോകുന്നത്. ഇവിടെ കടന്നു വന്നിട്ടുള്ള ഏവരുമേ, നിങ്ങളുടെ ഹൃദയത്തിലെ സങ്കുചിതമായ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ഒരു വെള്ളിയാഴ്ച നിങ്ങൾ വേർതിരിക്കപ്പെട്ട സമയത്ത് ഈ പുതുപ്പള്ളിയുടെ മണ്ണിൽ, ഈ പുതുപ്പള്ളിയുടെ ചുവരുകളിൽ, ദേവാലയ ചുവരുകളിൽ ഞാനും നിങ്ങളുമായി തീരുകയാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭിക്കുവാൻ ഈ ധ്യാനം ഈ വെള്ളിയാഴ്ച ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഓരോ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവിന്റെ അരികിലായിരിക്കുക എന്നുള്ളത് ഫ്രം ഹിസ് ജേർണി വർക്കിംഗ് പ്ലേസ് ടു വർഷിപ്പിംഗ് പ്ലേസ്, ഫ്രം ഹിസ് ജേർണി വർക്കിംഗ് പ്ലേസ് ടു വർഷിപ്പിംഗ് പ്ലേസ്. ജീവിതത്തിന്റെ പരുക്കൻ അനുഭവങ്ങളിൽ നിന്ന് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആലയത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഓരോ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവിന്റെ അരികിൽ ആയിരിക്കുക എന്നുള്ളതാണ്. അതൊരു ആയാസമാണ്, അതൊരു ആശ്വാസമാണ്, അതിലുപരി അതൊരു ആനന്ദമാണ്. ഈ ഇടയ്ക്ക് ഒരു പുസ്തകം വായിക്കുവാനിടയായി. ആ പുസ്തകത്തിന്റെ പേര് ഇനിയുമെന്നാണ്. എന്താണ്? ഇനിയും. എനിക്ക് നിങ്ങളുടെ സഹകരണം വേണം. എന്ത് വേണം? സഹകരണം വേണം. സിസ്റ്റർ റോസിൽ എഴുതിയ മനോഹരമായ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് ഇനിയുമെന്നാണ്. കന്യാസ്ത്രീ ആ പുസ്തകം എഴുതി ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ഫോൺ കോൾ വരാറുണ്ടായിരുന്നു. 26 വർഷം വീൽ ചെയറിലായ ഒരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു അത്. സിസ്റ്റർ റോസിൽ തന്നെ പുസ്തകം ആരംഭിക്കുമ്പോൾ ഒരു ജീവിതത്തിന്റെ അനുഭവം എഴുതിക്കൊണ്ടാണ് അതിന്റെ ആമുഖം ആരംഭിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ഫോൺ കോൾ വരാറുണ്ടായിരുന്നു. 26 വർഷമായി, കഴിഞ്ഞ 26 വർഷമായി വീൽ ചെയറിലായ ഒരു സ്ത്രീയുടെ ശബ്ദമാണ്. എല്ലാ ദിവസവും അതിരാവിലെ അവൾ എന്നെ വിളിക്കും. ഇന്നുവരെ അവരുടെ വാക്കുകളിലോ അവരുടെ സംസാരത്തിലോ ഒരു പരിഭവമോ പരാതിയോ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ കുറെ നാളുകൾ കഴിയുമ്പോൾ ഈ സിസ്റ്റർ ഈ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് മകളെ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിനക്ക് എന്നോട് സംസാരിക്കാൻ കഴിയുന്നത്? പരിഭവങ്ങളില്ലാതെ, പരാതികളില്ലാതെ നീ ഇത്രയും സുന്ദരമായി, ഇത്രയും പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിനക്ക് എങ്ങനെ എന്നോട് സംസാരിക്കാൻ കഴിയുന്നു? ഹൗ? എങ്ങനെ? കഴിഞ്ഞ 26 വർഷം നീ വീൽ ചെയറിലല്ലേ? നിന്റെ സ്വപ്നങ്ങൾക്ക് ഉയരുവാൻ, പറക്കുവാൻ, ചലിക്കുവാൻ കഴിയാത്തവണ്ണം ഒരു വീൽ ചെയറിന്റെ ഉള്ളിൽ കഴിഞ്ഞ 26 വർഷം നീ ആയിത്തീരുമ്പോൾ നിന്റെ വാക്കുകളിൽ ഒരു പരാതിയില്ലല്ലോ, പരിഭവമില്ലല്ലോ. എങ്ങനെയാണ് മകളെ നിനക്ക് ഇങ്ങനെ സാധിക്കുന്നത്? ഈ കുട്ടി കൊടുക്കുന്നൊരു മറുപടിയുണ്ട് പ്രിയമുള്ളവരെ, ഈ കന്യാസ്ത്രീക്ക്: എന്റെ പൊന്നു സിസ്റ്ററെ, ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ. കഴിഞ്ഞ 26 വർഷക്കാലം വീൽ ചെയറിലായ ഒരു മകളുടെ മറുപടിയാണ്: എന്റെ പൊന്നു സിസ്റ്ററെ, ഞാനിപ്പോഴും, ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഞാനിപ്പോഴും ഇത് മറന്നുകൊണ്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നേ. അവിടെയാ പ്രശ്നം. എന്റെ പൊന്നു സിസ്റ്ററെ, ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ. ഞാനും നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നുള്ള കാര്യം മറന്നുകൊണ്ട് ജീവിക്കുന്നവരാണ്. ജീവിക്കുവാനുള്ള തത്രപ്പാടുകളിൽ, ഓട്ടപ്പാച്ചിലുകളിൽ എന്റെ ദൈവമേ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ എന്ന കാര്യം മറന്നുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഡെഡ് മാൻ വാക്കിംഗ്, ചത്ത് ജീവിക്കുക എന്ന് പറയാം. ജീവിച്ചിരിക്കുന്നുള്ള കാര്യം മറന്നുകൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കുകയാണ്. പരിഭവങ്ങളുടെയും പരാതികളുടെയും കുത്തൊഴുക്കുകളിൽ നമ്മുടെ ആധ്യാത്മിക പരിസരം നശിച്ചു പോവുകയാണ്. നന്ദി പറയുവാൻ മറന്നുപോകുന്നു, ഖേദം മാത്രം പ്രകടിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ ആധ്യാത്മികം. പരിഭവങ്ങളും പരാതികളും ഒഴിഞ്ഞു നേരമില്ല. നമ്മുടെ പ്രാർത്ഥനകൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവനും പരാതികളും പരിഭവങ്ങളുമാണ്. എനിക്ക് നീ ഇത്രയും തന്നല്ലോ എന്ന് പറയാൻ മറന്നുപോകും. പ്രിയമുള്ളവരെ, അല്പനേരം ചരിത്ര പുരുഷനെന്നോ ഒരു വിശ്വാസ പോരാട്ടക്കാരനെന്നോ
അതിനൊക്കെ അപ്പുറത്ത് വിശേഷിപ്പിക്കാവുന്ന വീനസ് എന്ന ചെറുപ്പക്കാരിൽ നിന്ന് വിശുദ്ധനായ ഗീവർഗീസ് സഹദായായ ഒരു മഹാപുണ്യവാന്റെ മധ്യസ്ഥത തളം കെട്ടിക്കിടക്കുന്ന പുണ്യഭൂമിയിലാണ് ഞാൻ നിങ്ങളും. അവിടെ അല്പനേരം നിങ്ങളുമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വളരെയേറെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. 1-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങൾ. 3-ാം വാക്യം, 1-ാം സങ്കീർത്തനം 3-ാം വാക്യം. They are like trees planted by streams of water, which yield their fruit in season, and their leaves do not wither. വളരെയേറെ സുപരിചിതമായ ഒരു വേദഭാഗം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. സങ്കീർത്തനം സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഇഴുകിച്ചേർന്ന ഒരു വേദഭാഗമാണ്. വേദപുസ്തകത്തിൽ എല്ലാ അധ്യായങ്ങളോടും നമുക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ അല്പം ഇഷ്ടം ആരോടുണ്ട്? സങ്കീർത്തനത്തോടുണ്ട്. കാരണം എന്താണ്? ഒരുപാട് കാരണങ്ങളുണ്ട് സങ്കീർത്തനത്തെ പ്രണയിക്കുവാൻ. ചെറുപ്പനാളിൽ പാവിരിച്ച് മാതാപിതാക്കന്മൊപ്പം പ്രാർത്ഥിക്കാനിരിക്കുമ്പോ പഴയ നിയമവും പുതിയ നിയമവും വായിച്ച് അവസാനത്തെ എന്റെ ഊഴം ഏതാണ്? സങ്കീർത്തനം. അന്ന് തുടങ്ങിയ പ്രണയമാണ്. അതുമാത്രല്ല കേട്ടോ, സങ്കീർത്തനം ഏത് സമയത്ത് ആര് ചോദിച്ചാലും പെട്ടെന്ന് എടുക്കാൻ കഴിയുന്ന ഒരു വേദഭാഗം. കാരണം വേദപുസ്തകത്തിന്റെ മധ്യഭാഗത്താണ്. വല്ല ന്യായാധിപന്മാരെ രൂപമാണെങ്കിൽ ഞോണ്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ നമ്മൾ, അല്ലെ? അങ്ങനെ സങ്കീർത്തനത്തോട് വല്ലാത്ത പ്രണയമുണ്ട്. മലയാള ഭാഷ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന മനോഹരമായ വേദഭാഗമാണ് ഏതാണ്? സങ്കീർത്തനം. വളരെ ലളിതമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വേറൊരു കാരണം കൂടിയുണ്ട് സങ്കീർത്തനം ഇഷ്ടപ്പെടുവാൻ. മിക്ക അധ്യായങ്ങളും ചെറുതാണ്. അങ്ങനെ ഏതുകൊണ്ടോ എന്റെയും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വേദഭാഗം. അതിന് 1-ാം അധ്യായം ആരംഭിക്കുന്നത് നന്മയും തിന്മയും കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അവിടെ ശ്രദ്ധയും ആറ്റരകത്ത് നിൽക്കുന്ന ഒരു വൃക്ഷമാണ്. ഈ പകൽക്കാലം അല്പനിമിഷം നിങ്ങളുമായി ചിന്തിക്കാനുള്ളത് ആ വൃക്ഷത്തിന്റെ 2 പ്രത്യേകതകളാണ്. എന്താണ് വൃക്ഷത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞു വെക്കുന്നത്? ആറ്റരകത്ത് നിൽക്കുന്ന വൃക്ഷം. പിന്നെ എന്താ? തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഒരാറ്റരകത്ത് നിൽക്കുന്ന വൃക്ഷം പ്ലേസ് ചെയ്യുന്നത് ആറിന്റെ തീരത്താണ്. സ്ഥാനം ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആയിത്തീരുന്ന അവസ്ഥ, ആയിത്തീരുന്ന ഇടം. ആറ്റരകത്ത് നിൽക്കുന്ന വൃക്ഷം. അതിന് 2 പ്രത്യേകതകളെ അല്പനിമിഷം നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായിട്ടുള്ള പ്രത്യേകത എന്താണ്? They are like trees planted by streams of water, which yield their fruit in season. തക്ക സമയത്ത് ഫലം കായ്ക്കും. ഒന്നാമത്തെ പ്രത്യേകത എന്താ? തക്ക സമയത്ത് ഫലം കായ്ക്കും. Which yield their fruit in season. ആറ്റരകത്ത് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് തക്ക സമയത്ത് ഫലം കായ്ക്കുക. തക്ക സമയം. അതിന് ഇംഗ്ലീഷ് വാചകം which yield their fruit in season എന്ന. സീസൺ. എന്തുകൊണ്ടാണ് സീസൺ എന്ന വാചകം ഉപയോഗിച്ചത്? മാങ്ങ ഉണ്ടാകുവാൻ ഒരു സീസണുണ്ട്, ചക്ക ഉണ്ടാകുവാൻ ഒരു സീസൺ. ഒരു വൃക്ഷത്തെ കുറിച്ച് ആയതുകൊണ്ടാണ് സീസൺ എന്നുള്ള വാചകം. എ വെൽ ടൈം, എ റൈറ്റ് ടൈം, എ റിയൽ ടൈം. തക്ക സമയം. കർഷകനെ സംബന്ധിച്ചിടത്തോളം അവനൊരു വൃക്ഷത്തൈ നട്ടാൽ ഏതുവരെ കാക്കും? ഫലം ഉണ്ടാകുന്നവരെ, അല്ലെ? ഫലമുണ്ടാകുന്ന കാലം വരെ അവൻ കാത്തു നിൽക്കും. ഇല്ലെങ്കിലോ? ഫലമൊന്നും ഉണ്ടാകാത്ത വൃക്ഷമാണെങ്കിലോ വെട്ടിമാറ്റും. ലയബിലിറ്റി, അവന് ബാധ്യതയാണ്. വൃക്ഷം മാത്രല്ല കേട്ടോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിന്തിക്കേണ്ട അനിവാര്യമായ വിഷയമാണ്. ഞാൻ ആർക്കെങ്കിലും ബാധ്യതയാകുന്നുണ്ടോ? ഒരു വൃക്ഷത്തിന്റെ പരമപ്രധാന ഉദ്ദേശമാണ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുക. പൂത്താ പോരാ, കായ്ച്ചാ പോരാ, പിന്നെ കൃത്യസമയത്ത് കായ്ക്കണം. കൃത്യസമയത്ത് ഉണ്ടായാലേ മണവും രുചിയും നിറവും ഉണ്ടാവും. പിന്നെ ഉണ്ടാവും, പക്ഷെ
മണവും കാണില്ല, രുചിയും കാണില്ല. അതുകൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അപ്പനും അമ്മയും നമ്മളോട് പറയുന്നേ, ഇതിനെ കൊണ്ടൊരു മണവും ഗുണവുമില്ല. സമയം തെറ്റിപ്പോയി. കഴിക്കാൻ, ഫലം പ്രകടിപ്പിക്കാൻ സമയം തെറ്റിപ്പോയി. വെൽ ടൈം, റൈറ്റ് ടൈം, റിയൽ ടൈം. തക്ക സമയം. സമയം വളരെ വിലപ്പെട്ടതാണ്. ഭൗതികമായ ജീവിതത്തിൽ സമയത്തിന് എന്തോ ഒരു പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഞാൻ നിങ്ങളും, അല്ലേ? സമയത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തോരം പ്രാധാന്യമാണ്. ഈ ഇടയ്ക്ക് SSCയുടെ പരീക്ഷ എഴുതാൻ ഒരു വിദ്യാർത്ഥി എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് സ്വാഭാവികമായും ഒരു പള്ളിയിലച്ഛനെ കണ്ട് ഞാൻ കുട്ടി എന്തായിരിക്കും പറയുന്നത്? പ്രാർത്ഥിക്കണം. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടി അച്ഛന്റെ മുമ്പിൽ വരത്തില്ല. കാരണം എന്താ? ഈ അച്ഛൻ എന്ത് ചോദിക്കും? പരീക്ഷ. അത് തന്നെ സംഭവിച്ചു. പരീക്ഷ കഴിഞ്ഞ കുട്ടി ഞാൻ കണ്ടുകൂട്ടി. സ്വാഭാവികമായിട്ട് ഞാൻ എന്തായിരിക്കും കുട്ടിയോട് ചോദിക്കാം? പരീക്ഷ എങ്ങനെ ഉണ്ടായി? 200-ൽ പരം ചോദ്യം, എന്നിട്ട് 1.5-2 മണിക്കൂർ. കുട്ടി പറഞ്ഞ മറുപടി ഇതാണ്: എന്റെ അച്ഛോ, എല്ലാ ചോദ്യത്തിന്റെ ഉത്തരവും എനിക്കറിയായിരുന്നു, എല്ലാ ചോദ്യത്തിന്റെ ഉത്തരവും എനിക്കറിയായിരുന്നു, പക്ഷെ സമയം തികഞ്ഞില്ല. തക്ക സമയം. ഭൗതിക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സമയം. എത്ര കുഴിമടിയനായാലും ജോലി കിട്ടിയ യുവാവ് 10 മണിക്ക് ജോലി പ്രവേശിക്കണമെങ്കിൽ 9:50 എവിടെത്തും? ജോലി സ്ഥലത്തെത്തും. 10 മണിക്ക് സ്കൂളിൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന കുട്ടിയെ 9:45 മാതാപിതാക്കൾ എവിടെത്തിക്കും? സ്കൂളിലെത്തിക്കും. 10 മണിക്ക് പോകുന്ന ബസ് 9:55 നമ്മൾ എവിടെത്തും? വെയിറ്റിംഗ് ഷെഡിലെത്തും. 10 മണി കഴിഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞ് ആടിയും തൂങ്ങി വരുന്ന ഒരേ ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണ്? അതിവിടെയാണ്. ഭൗതിക ജീവിതത്തിൽ സമയത്തിന് പ്രാധാന്യമുണ്ട്. ആധ്യാത്മിക ജീവിതത്തിൽ യാതൊരു പ്രാധാന്യവും നമുക്കില്ല. പരിശുദ്ധമായ ആരാധനയുടെ അവസാന ഘട്ടത്തിൽ കുർബാന എഴുന്നള്ളിച്ചു വരുന്ന പുരോഹിതൻ പറയുന്നുണ്ട്, സംബന്ധിച്ചവർക്കും സംബന്ധിച്ചിട്ടുള്ളവർക്കും നൽകപ്പെടുന്നവർക്കും അനുഭവിക്കപ്പെടുന്നവർക്കും. സമയം തെറ്റി വരുന്നവരെ കുറിച്ചല്ല, സമയത്തിന് വന്നവരെ കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അനുഭവിക്കണമെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാകണം, ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകണം. അത് ആരാധനക്കാണെങ്കിലും കൗതാചികമായ അനുഭവങ്ങൾക്കാണെങ്കിലും ഇത്തരം ധ്യാന യോഗങ്ങളിലാണെങ്കിലും ഒരു പ്രിപ്പറേഷൻ ഉണ്ടാകണം. സമയ നിഷ്ഠ പാലിച്ചുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തിൽ കടന്നു വരുവാൻ നമുക്ക് കഴിയണം. വേദപുസ്തകം പരിശോധിക്കാം. ക്രിസ്തുവിന്റെ അരികിലേക്ക് സമയം പാലിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ഹൃദയം കീഴടക്കിയ അനേക മനുഷ്യരുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗത്ത് ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു കാരണവശാലും യേശുവിന്റെ ജീവിതത്തിൽ യേശു കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്തൊരു മനുഷ്യൻ, യേശുവിനെ കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്തൊരു മനുഷ്യൻ. യേശുവിനെ കണ്ടുമുട്ടിയാൽ, പ്രബോധമായാൽ തന്റെ സ്ഥാനങ്ങളും മാനങ്ങളും നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗം. പരീശന്മാരിൽ പ്രമാണിയായ ആരാണ്? നിക്കോദിമോസ്. വളരെ കൃത്യതയോടുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. യഹൂദനായ പരീശന്മാരിൽ പ്രമാണിയായ ധനവാനായ നിക്കോദിമോസ് ആ രാത്രിയിൽ, ആ വാചകമാണ് വളരെ ഇമ്പോർട്ടന്റ്. ആ രാത്രിയിൽ എന്ന് പറഞ്ഞ സഡൻലി, ആ സമയം അതിന്റെ അർത്ഥം, പിന്നെ എന്നല്ല, ആ സമയം സഡൻലി വളരെ പെട്ടെന്ന് എണീറ്റ് അവൻ ക്രിസ്തുവിനെ കാണാൻ പോകുന്നു. ഒരു രാത്രിയിൽ നിക്കോദിമോസിന് ആഗ്രഹം തോന്നുകയാണ്. ആരെ കാണാൻ? യേശുവിനെ കാണാൻ. യേശുവിനെ കാണാൻ ആ രാത്രിയിൽ നിക്കോദിമോസ് എഴുന്നേറ്റ് യേശുവിന്റെ അരികിലേക്ക് പോകുന്നു. എന്നിട്ട് യേശുവിനോട് പറയുന്നൊരു വാചകമുണ്ട്, റബ്ബി. എന്താ വിളിക്കുന്നത്? റബ്ബി, ടീച്ചർ, ഗുരു. ഗുരു. ആരെങ്കിലും ഒരാളെ ഗുരു എന്ന് വിളിക്കണമെങ്കിൽ, ശ്രദ്ധിക്കണമേ, ആരെങ്കിലും ഒരാളെ ഗുരു എന്ന് വിളിക്കണമെങ്കിൽ വിളിക്കുന്നവൻ ആദ്യം ആരാകണം? ശിഷ്യനാകണം. വിനയപ്പെടുകയാണ്. ക്രിസ്തു ആരാന്ന് തിരിച്ചറിയുന്നിടത്ത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആദ്യം ഉണ്ടാകുന്ന വികാരമാണ് വിനയം. ആ രാത്രിയിൽ ധനവാനായവൻ ഒരു ദരിദ്രനെ പോലെ ക്രിസ്തുവിന്റെ അരികിൽ ചെന്ന രാത്രിയിൽ അവിടെ കൃത്യസമയം പാലിക്കുകയാണ്. അതാണ് ആ രാത്രി.
ആ സമയം, this time, ഈ സമയം. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, നമുക്ക് തമ്മിൽ ആർക്കും വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ നമ്മളെ കൂട്ടി വരുത്തുന്നത് നമ്മളെ എല്ലാം ഒരാൾ. ആരാ? കർത്താവാ. നമുക്കെല്ലാം പരിചയമുള്ളൊരു നാഥനുണ്ട്, ഒരു ദൈവമുണ്ട്. ഒരു രാത്രി എന്ന് പകലെന്നും ഇല്ലാതെ നീ അവന്റെ അരികിലേക്ക് വരിക എന്നുള്ളതാണ് പ്രാധാന്യം. ആ രാത്രിയിൽ യേശുവിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുന്ന നിക്കോദിമോസ് പറയുന്നു, അല്ലയോ ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരുന്നവൻ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരുന്നവനാകുന്നത് കൊണ്ടാണ് നിനക്ക് ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്യുവാൻ കഴിയുന്നത്. ക്രിസ്തുവിനെ ആരാധിക്കുകയാണ്, ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്, ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ദൈവ സാന്നിധ്യം, ഇമ്മാനുവേൽ, ദൈവം നിന്നോടുകൂടെയുണ്ട്. നിക്കോദിമോസ് ഉപയോഗിക്കുന്ന വാചകമാണ്, ദൈവം നിന്നോടുകൂടെ, ഇമ്മാനുവേൽ. ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് ആ രാത്രിയിൽ നിക്കോദിമോസ് പടിയിറങ്ങുമ്പോ പിന്നെ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? അതിന്റെ 16 അധ്യായങ്ങൾ പിന്നിടുമ്പോൾ ഏതാണ്ട് അതേ സുവിശേഷത്തിന്റെ 19-ാം അധ്യായത്തിൽ 39 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാൻ കഴിയുന്നത് ക്രിസ്തുവിനെ കബറടക്കുവാനുള്ള ഭാഗ്യം ആർക്ക് ലഭിക്കുന്നു? ഈ നിക്കോദിമോസിന് ലഭിക്കുന്നു. അവിടെ പറയുന്നത് ആ രാത്രിയിൽ ക്രിസ്തുവിനെ അന്വേഷിച്ചിറങ്ങിയവനെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഒരിക്കലൊരു രാത്രിയിൽ ക്രിസ്തുവിനെ അന്വേഷിച്ചിറങ്ങിയവൻ അതിന്റെ 16 അധ്യായങ്ങൾ കടന്നു പോകുമ്പോൾ അവനെ കബറടക്കുവാൻ എങ്ങനെ? യഹൂദന്മാരുടെ മര്യാദ പ്രകാരം തഞ്ചത്തിൽ, താളത്തിൽ തന്റെ താതനെ കബറടക്കുവാനുള്ള ഭാഗ്യം ആർക്ക് ലഭിക്കുന്നു? ക്രിസ്തുവിനെ അന്വേഷിച്ചവന് മാത്രമേ ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ കഴിയൂ. A well time, right time, real time. തക്ക സമയത്ത് ക്രിസ്തുവിനെ അന്വേഷിച്ചിറങ്ങി ഏതൊരു മനുഷ്യനും ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയും. ഈ പള്ളിയുടെ ചുവരുകളിൽ ഇന്ന് ക്രിസ്തുവിനെ അന്വേഷിച്ച് വന്നവർക്ക് ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ കഴിയും. നിന്റെ ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ നിനക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. നിന്റെ പ്രാരാബ്ധങ്ങളുടെ നടുവിൽ ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ കഴിയും. അവിടെ രാത്രിയെന്നോ പകലെന്നോ കാരണങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിച്ചുകൊണ്ട് നീ ക്രിസ്തുവിന്റെ മുമ്പിലെത്തുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യം. നീ ആരാന്നുള്ളത് അവന് വിഷയമല്ല, നീ എന്താണെന്നുള്ളതും വിഷയമല്ല. അതുകൊണ്ടാണ് പറഞ്ഞു വെച്ചത് പരീശനാണെന്നും യഹൂദനാണെന്നും ഒക്കെ സുവിശേഷകൻ വളരെ ബുദ്ധിയോടുകൂടി അവിടെ എഴുതി വെച്ചതാ, ഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. നിന്റെ മതം ഒരു പ്രശ്നമല്ല, നിന്റെ വർഗമോ വർണ്ണമോ വിവേചനങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിച്ചുകൊണ്ട് നീ ക്രിസ്തുവിന്റെ അരികിലെത്തുക എന്നുള്ളതാണ്. 16 അധ്യായങ്ങൾ പിന്നിടുമ്പോൾ കൂടെ നടന്നവർക്ക് ലഭിക്കാത്ത ഭാഗ്യം, ഒപ്പമിരിക്കുന്നവർക്ക് ലഭിക്കാത്ത ഭാഗ്യം, എത്ര നിമിഷം അവനോടുകൂടി ആയിരുന്നു എന്നുള്ളതല്ല, ഒരു നിമിഷം കൊണ്ട് അവന്റെ ഹൃദയത്തിലേക്ക് കയറുക എന്നുള്ളതാണ് പ്രധാനം. പലപ്പോഴും നമ്മുടെ ജീവിതം അങ്ങനല്ലേ? കൂടെ എപ്പോഴും ഉള്ളവരാണോ അവസാന സമയത്ത് എന്റെ ശവമഞ്ചലിന്റെ 4 തൂണുകൾ പിടിക്കുന്നത്? കൂടെ ഉള്ള നിമിഷം മുഴുവനും എന്നോടൊപ്പമുള്ളവരാണോ എന്റെ അവസാന നിമിഷത്തിൽ എന്റെ ശവമഞ്ചലത്തിന്റെ 4 തൂണുകൾ ചുമക്കുന്നത്? എനിക്കറിയില്ല. ഒപ്പമിരുന്നവരെവിടെ? പാത്രത്തിൽ, താളത്തിൽ ഒപ്പമിരുന്നവർ എവിടെ? അവന്റെ കവിളിൽ ചുംബനത്തിന്റെ കവിത എഴുതിയവർ എവിടെ? അവനോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതിജ്ഞ ചെയ്തവരെവിടെ? അവിടെയാണ് ഒരു രാത്രിയിൽ അവനെ അന്വേഷിച്ചിറങ്ങിയ നിക്കോദിമോസ് എക്സ്പീരിയൻസ് അനുഭവിക്കുകയാണ് ക്രിസ്തുവിനെ. യഹൂദന്മാരുടെ മര്യാദ പ്രകാരം 100 റാത്തൽ വീഞ്ഞും സുഗന്ധവും കൊണ്ട് ശീല പൊതിഞ്ഞു കെട്ടി യഹൂദന്മാരുടെ മര്യാദ പ്രകാരം. ഇപ്പോഴും വലിയ വെള്ളിയാഴ്ചയിൽ ആ മര്യാദയ്ക്കൊരു മാറ്റവുമില്ല. മറവലിച്ചൊരു വലിയ ജനം കുറിയേലായിസോൻ എന്ന് ചൊല്ലുമ്പോൾ ഈ കൗദാശിക അനുഭവങ്ങളിൽ വിശ്വസിക്കുന്ന ഏതൊരു പട്ടക്കാരനും ഇന്നും ക്രിസ്തുവിനെ കബറടക്കുന്നത് നിക്കോദിമോസ് കാണിച്ച മര്യാദ പ്രകാരമാണ്. ശീല പൊതിഞ്ഞു കെട്ടി തഞ്ചത്തിൽ, താളത്തിൽ തന്റെ താതനെ കബറടക്കുന്നു. ഒരു രാത്രി, അതിന്റെ പേരാണ് എ വെൽ ടൈം. ഒരു രാത്രി, എ റൈറ്റ് ടൈം. ഒരു രാത്രി, എ റിയൽ ടൈം.
തക്ക സമയം. നിക്കോദിമാസ് മാത്രമല്ല, വേദപുസ്തകത്തിൽ അനേക മനുഷ്യരെ കാണുവാൻ കഴിയും കൃത്യസമയത്ത് ക്രിസ്തുവിന്റെ ഹൃദയം കീഴടക്കിയ ചില മനുഷ്യർ. ഇത്തവണ ക്രിസ്തു ആൾക്കൂട്ടത്തിന്റെ നടുവിലാണ്. ക്രൗഡ്സ് ഡൊണേറ്റ് നത്തിങ് എന്ന് പറയുന്നത് ക്രിസ്തു എന്നെ പറഞ്ഞു വെക്കുന്ന വാചകമാണ്. ക്രൗഡ്സ് ഡൊണേറ്റ് നത്തിങ്. ആൾക്കൂട്ടം ഒന്നും സമ്മാനിക്കുന്നില്ല. ആൾക്കൂട്ടത്തിന്റെ നടുവിലൂടെ ക്രിസ്തു നടന്നു പോകുമ്പോഴും ആൾക്കൂട്ടം ഒന്നും സമ്മാനിക്കുന്നില്ല. ആൾക്കൂട്ടത്തിന്റെ പിൻബലത്തിലാണ് ഞാനും നിങ്ങൾ എപ്പോഴും. നമ്മുടെ ആധ്യാത്മികത ആൾക്കൂട്ടത്തിന് നടുവിലാണ്. ഈ പെരുന്നാളും കഴിഞ്ഞ വർഷത്തെ പെരുന്നാളും കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, കമ്പാരിസൺ ചെയ്യുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ പെരുന്നാളിൽ ആള് കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ക്രിസ്തു പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയാമോ? എന്റെ പേരിൽ എത്ര പേരാ? 2 or more person എന്നാ പറയുന്നത്. കയ്യിൽ എണ്ണാവുന്ന ആളുകൾ മതി എന്നാ പറയുന്നത്. ക്രൗഡ്സ് ഡൊണേറ്റ് നത്തിങ്. ക്രിസ്തു ആൾക്കൂട്ടത്തിന്റെ നടുവിലാണ് ഇത്തവണ. ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുമ്പോ ആയിരങ്ങൾ ചുറ്റുപാടുണ്ട് അവനെ കാണാൻ. പക്ഷേ അപ്പുറത്തൂടെ നടന്നുപോയ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു ചിന്ത ഉണ്ടാവുകയാണ്, എനിക്ക് ആരെ കാണണം? യേശുവിനെ കാണണം. പക്ഷെ ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ അയാൾക്ക് കാണാൻ കഴിയുന്നില്ല. അയാളുടെ പേരെന്താണ്? സക്കായി. സക്കായി. വളരെ കൃത്യമായി സുവിശേഷം എഴുതി വെക്കുന്നു. എന്തെന്നാൽ സക്കായിക്ക് പൊക്കം കുറവായത് കൊണ്ട് സക്കായിക്ക് ആരെ കാണുവാൻ കഴിഞ്ഞില്ല. ആരെ കാണാൻ കഴിഞ്ഞില്ല? യേശുവിനെ കാണാൻ കഴിഞ്ഞു. അയാളുടെ കുറവിനെയാ പറഞ്ഞു വെക്കുന്നത്. അതാ രസം. ബോഡി ഷേമിംഗ് എന്നൊക്കെ ഇന്ന് പറയും. ഇന്ന് അസുവിശേഷകൻ ജീവിച്ചിരിപ്പുണ്ട്. ഒരു പക്ഷേ ഈ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന ഒരു വലിയ വിഷയമാണ് ബോഡി ഷേമിംഗ്. എന്താ പറഞ്ഞു വെക്കുന്നത്? അയാളുടെ കുറവിനെ പറ്റിയാ പറയുന്നത്. കുറവുകൾ പറയുവാൻ ആഗ്രഹിക്കാത്തൊരു ലോകത്തിലാണ്. നിർവകളുടെയും സ്ഥാനമാനങ്ങളുടെയും ഖനങ്ങളുടെയും മാത്രം കവിത രചിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നത് പൊക്കം കുറവായതുകൊണ്ട് ആൾക്കാരെ. അതിന്റെ അർത്ഥം എന്നതാണെന്ന് അറിയാമോ? ക്രിസ്തുവിനെ കാണാനുള്ള സാധ്യതകൾ, ചുറ്റുപാടുകളുടെ സാധ്യതകൾ അയാൾക്ക് ഇല്ല എന്നുള്ളതാണ്. ചുറ്റുപാടുകളല്ല ആധ്യാത്മികം സൃഷ്ടിക്കുന്നത്. ക്രൗഡ്സ് ഡൊണേറ്റ് നത്തിങ്. സമൂഹമല്ല നിന്റെ ആധ്യാത്മികത നിർണയിക്കുന്നത്. വീട്ടിലുള്ള പ്രഷർ കുക്കറുകളുണ്ടല്ലോ, അവരല്ല നിന്റെ ആധ്യാത്മികത സൃഷ്ടിക്കുന്നത്. പള്ളിയിൽ അച്ഛനല്ല നിന്റെ ആധ്യാത്മികത സൃഷ്ടിക്കുന്നത്. ആയിരങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ കാണാൻ പൊക്കം കുറഞ്ഞവനായ മനുഷ്യന് ഒരു ഉള്ളിലൊരു ആഗ്രഹം തോന്നുകയാണ്, അവനെ കാണണം. അയാൾ ആരാണ്? ഒരു ടാക്സ് കളക്ടറാണ്. നിസ്സാരപറ്റ മനുഷ്യനൊന്നുമല്ല. കയ്യിൽ ഇച്ചിരി പുത്തനുള്ള മനുഷ്യനാണ്. ജീവിക്കാൻ വകുപ്പുള്ള മനുഷ്യനാണ്. വലിയ പ്രശ്നങ്ങളില്ലാതെ ഓരോ ദിവസവും കടന്നു പോകുന്ന മനുഷ്യനാണ്. ആവശ്യത്തിലധികം സമ്പാദ്യങ്ങൾ കയ്യിലുള്ള മനുഷ്യനാണ്. അയാൾക്ക് ക്രിസ്തുവിനെ കാണേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അയാൾ പുതിയ അത്തിയുടെ മുകളിലേക്ക് കയറുകയാണ്. ആരെ കാണാൻ? ക്രിസ്തുവിനെ കാണാൻ. അത്തിയുടെ മുകളിലേക്ക് സക്കായി വലിഞ്ഞു കയറുമ്പോ ആയിരങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തു പിന്നെ ആരെ മാത്രമേ കാണുന്നുള്ളൂ? സക്കായിയെ വേഗം ഇറങ്ങി വാ. അത് ഞാൻ പറഞ്ഞ ക്രൗഡ്സ് ഡൊണേറ്റ് നത്തിങ്. ആയിരങ്ങൾ തടിച്ചുകൂടും നടുവിൽ ക്രിസ്തുവായി തീരുമ്പോൾ ക്രിസ്തുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചവൻ ആയിരം നടുവിൽ ഒരാളെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാൻ നിങ്ങളും ഒക്കെ ഇവിടെയാണ്. എത്രയോ പേരാണ്, എണ്ണിയാത്തീരാത്ത ആളുകൾ ഇവിടെയുണ്ട്. പക്ഷെ ക്രിസ്തുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ ക്രിസ്തുവിന്റെ പൊന്മുഖം ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അത്തിയുടെ മുകളിലേക്ക് കയറുമ്പോ അയാൾക്ക് ഒറ്റൊരാഗ്രഹമുള്ളൂ, ഒരു ലക്ഷ്യമുള്ളൂ, ക്രിസ്തുവിനെ ഒന്ന് കാണണം. പിന്നീട് ക്രിസ്തു, ആയിരങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തു അയാളെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. വിളിക്കുകയാണ് സക്കായിയെ. ഒരമ്മ പിഞ്ചു കുഞ്ഞിനെ വിളിക്കുന്ന ആ ലാളിത്യത്തോടെ വിളിക്കുകയാണ്, സക്കായിയെ വേഗം ഇറങ്ങി വാ. അടുത്ത വാചകമാണ് ഏറ്റവും മനോഹാരിത. അത് പറുദീസായുടെ വാതിലിന്റെ മുമ്പിൽ പോലും അവസാനം ക്രിസ്തു പറഞ്ഞു വെച്ച വാചകമാണ്, ടുഡേ, ഇന്ന് നിന്റെ ഭവനത്തിൽ എനിക്ക് പാർക്കണം. നാളെയല്ല, ടുഡേ, ഇന്ന്. ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന എന്റെ സഹോദരങ്ങളെ, പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, നീ അത്തിയുടെ മുകളിലേക്കൊന്ന് കയറാൻ തയ്യാറാവണം. നിന്റെ ആധ്യാത്മികത പരിസരം ഒന്ന് സൃഷ്ടിക്കുവാൻ നീ തയ്യാറാകണം. നീ ക്രിസ്തുവിനെ ഒന്ന് ഫോക്കസ് ചെയ്യണം. അത്രയേ ഉള്ളൂ.
നിന്റെ പ്രശ്നങ്ങളല്ല നിന്റെ പ്രശ്നം. നീ ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യാത്തതാണ് നിന്റെ പ്രശ്നം. ആയിരങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തു സക്കായിയെ കണ്ടിട്ട് സക്കായിയെ വേഗം ഇറങ്ങി വാ, ജീവിതത്തിന്റെ അരികിലേക്ക് ചേർന്ന് വരികയാണ്. ഇന്ന് എനിക്ക് നിന്റെ ഭവനത്തിൽ പാർക്കണമത്രേ. അവിടെയാണ് സക്കായിയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നത്. ഭവനത്തിലേക്ക് ക്രിസ്തു വരുമ്പോൾ അയാൾ പറയുന്നു, ഞാൻ ആരുടെയെങ്കിലും അപഹരിച്ചിട്ടുള്ളത് 1 4 വീതം തിരിച്ചു കൊടുക്കുക. അവിടെ സക്കായിയുടെ പ്രശ്നം മാത്രമല്ല പരിഹരിക്കപ്പെടുന്നത്. ഒരാളിൽ ക്രിസ്തു ഫോക്കസ് ചെയ്യുമ്പോൾ, സക്കായിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കാണുമ്പോ, സക്കായിയുടെ ജീവിതം തൊടുമ്പോ, സക്കായി ആരുടെയൊക്കെ അപഹരിച്ചിട്ടുണ്ടോ, ആരുടെയൊക്കെ ജീവിതം താറുമാറാക്കിയിട്ടുണ്ടോ, അവിടെയെല്ലാം ക്രിസ്തു കടന്നിരിക്കുകയാണ്. ഞാൻ ആരുടെയെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ 1 4 വീതം തിരിച്ചു കൊടുക്കുക. ഒന്ന് കാണാനേ ആഗ്രഹിച്ചുള്ളൂ. അത്തിയുടെ മുകളിലേക്ക് അയാൾ കയറിയ ഒരു നിമിഷത്തിന്റെ പേരാണ് എ വെൽ ടൈം, റൈറ്റ് ടൈം, റിയൽ ടൈം. തക്ക സമയത്ത് അത്തിയുടെ മുകളിലേക്ക് സക്കായി കയറുമ്പോ അയാളുടെ ജീവിതം മാറുകയാണ്. അയാളുടെ വീടിനുള്ളിലേക്ക് ക്രിസ്തു കടന്നു വരികയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ കാണുന്ന നിമിഷം നിങ്ങളിൽ മാത്രമല്ല മാറ്റം സംഭവിക്കുന്നത്, നിങ്ങളുടെ വീടിനുള്ളിലേക്ക് തുറക്കാത്ത ജനാലകളിലൂടെ ഒരു പ്രകാശം, ഒരിക്കലും കെട്ടിപ്പോകാത്ത ഒരു പ്രകാശം കടന്നു വരിക. തയ്യാറാവണം. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളും മറികടന്നുകൊണ്ട്, പൊക്കം കുറവായത് കൊണ്ട് അവൻ യേശുവിനെ കാണാൻ കഴിയുമോ എന്ന് സുവിശേഷകൻ പോലും ആശങ്കപ്പെട്ടിരുന്നിടത്ത് അയാൾ കണ്ട വഴിയുടെ പേരാണ് എ വെൽ ടൈം, അത്തിയുടെ മുകളിലേക്ക് കയറി. ഒത്തിരി ഒത്തിരി കുറവുകളുണ്ട്, ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് കടന്നു വരാൻ കഴിയാത്തവണ്ണം കുറവുകൾ എനിക്കുണ്ട്, ബലഹീനതകളുണ്ട്. പക്ഷേ ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്, ക്രിസ്തുവിനെ ദർശിക്കുക എന്നുള്ളതാണ്, കൃത്യമായ സമയത്ത് ക്രിസ്തുവിന്റെ അരികിലേക്ക് എത്തിച്ചേരുക. പിന്നെയും ക്രിസ്തു ആയിരങ്ങളുടെ നടുവിൽ തന്നെയാണ്. ഏതാണ്ട് 10 പേർ അറിയുന്ന ഒരാളായി ക്രിസ്തു മാറിയപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയണം. അത്ഭുതങ്ങൾ കാണിക്കുന്ന, കാഴ്ച കൊടുക്കുന്ന, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന, പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന ഒരു സെലിബ്രിറ്റിയായി ആര് മാറി കഴിഞ്ഞു? ക്രിസ്തു. അതുകൊണ്ടാണ് ആള് കൂടുന്നത്. ക്രിസ്തു ചെല്ലുന്നിടത്തല്ല ആള് കൂടാൻ കാരണം എന്താ? അവൻ ആദ്യം വന്ന സമയത്ത് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു? ആരും കൂടെ ഇല്ലാത്തോണ്ട് ആ പടകിലും കരയിലും ഇരുന്നവനെ വിളിച്ച് ഒപ്പം കൂട്ടിയത്. അന്ന് ആരും ഇല്ലായിരുന്നു. ഇതുപോലെ ആരും ഇല്ലാത്തൊരു സമയമുണ്ട്. എവിടെയാണെന്നറിയാമോ? ഒരു മാമലയുടെ മുകളിലേക്ക് പച്ചമരക്കുരിശ് എന്തി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അന്നും പുള്ളിക്കാരൻ്റെ അവിടെ ആരും ഇല്ലായിരുന്നു. ഉള്ളവരൊക്കെ അല്പം അകലം പാലിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു. ചേർന്ന് നിന്ന ആളുകളെല്ലാം ഓടിപ്പോകുന്ന സാഹചര്യം. പക്ഷെ ആൾക്കൂട്ടങ്ങളെല്ലാം കൂടുന്നത് അവന്റെ നല്ല കാലം ഒന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. എല്ലാവരും സുഖം കൊടുക്കുന്ന, സൗഖ്യം കൊടുക്കുന്ന, എന്തു പറഞ്ഞാലും സൗജന്യമായി നൽകുവാൻ തയ്യാറാകുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതാണ് പ്രശ്നം. നമ്മുടെ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ക്ഷീണം എന്താണെന്നറിയാമോ? നമ്മൾ ഈ കാനാവിലെ കല്യാണവും 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചെടുത്തും ഒക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കുകയാണ്. എന്താണ്? വല്ലതും നമുക്കും കിട്ടിയാലോ എന്നുള്ളത്. KP അപ്പൻ എന്ന മഹാനായ എഴുത്തുകാരനോട് ഒരു അഭിമുഖത്തിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൽ കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്നതാണ്? നിങ്ങൾ ക്രിസ്തുവിൽ കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്നതാണെന്ന് ഈ KP അപ്പൻ എന്ന മഹാ എഴുത്തുകാരനോട് ചോദിക്കുമ്പോൾ ആരും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ് ഈ എഴുത്തുകാരൻ നൽകുന്നത്. അയാൾ പറഞ്ഞു വെക്കുന്നത് കല്ലുകളെ അപ്പമാക്കാതിരുന്നതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം. ഇപ്പുറത്ത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതും അന്ധന് കാഴ്ച കൊടുത്തതും ഒക്കെയാണ് നമ്മുടെ ശ്രദ്ധയിലെങ്കിൽ ഒരു മഹാനായ എഴുത്തുകാരൻ പറഞ്ഞു വെക്കുകയാണ് കല്ലുകളെ അപ്പമാക്കാതിരുന്നതാണ്. ശൂന്യതകളുടെ നടുവിലൂടെ നടന്നു പോകാൻ ഒരാധ്യാത്മികം നമുക്കുണ്ടാവണം. എല്ലാം ഉണ്ടായിട്ട് ഞാൻ പള്ളിയിൽ പോകാം, മഴ തോന്നിട്ട് പള്ളിയിൽ പോകാം,
ചായ നല്ലൊരു സാരി എടുത്തു തന്നിട്ട് പള്ളിയിൽ പോകാം. മക്കൾക്ക് ജോലി കിട്ടിയിട്ട് പള്ളിയിൽ പോകാം. നല്ലൊരു വീട് പണിഞ്ഞിട്ട് പള്ളിയിൽ പോകാം. അങ്ങനെ ആകരുത്. വീണ്ടും ആൾക്കൂട്ടത്തിന്റെ നടുവിലാണ് യേശു. അവിടെ ക്രിസ്തുവിനെ കാണാൻ പേര് പറയാത്ത കുറെ കുഞ്ഞുങ്ങൾ ഓടിയെത്തുന്നുണ്ട്. യേശുവിനെ കാണണമെന്നൊരാഗ്രഹം എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. യേശുവിനെ കാണാൻ കുറെ കുട്ടികൾ ഓടി വരുന്നു. അവരുടെ പേരൊന്നും അവിടെ പറയുന്നില്ല. ആയിരങ്ങളുടെ നടുവിൽ നിൽക്കുന്ന യേശുവിനെ കാണാൻ ഇത്തവണ മോഹമുദിക്കുന്നത് കുറെ കുട്ടികൾ കാണാം. ഈ കുട്ടികൾ എവിടെ നിന്ന് വന്നെന്ന് പറയുന്നില്ല. കാറ്റ് വന്നു പോയതുപോലെയാണ്. കാറ്റ് എവിടെ നിന്ന് വരുന്നോ എങ്ങോട്ട് പോകുന്നോ അറിയില്ലെന്ന വചനം പറയുന്നു. ഇതുപോലെ തന്നെയാണ് കുട്ടികളെ പരാമർശിക്കുന്നത്. പക്ഷെ അവിടെ അത്ഭുതപ്പെടുത്തുന്നത് ഈ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എവിടെ നിന്നാണ് വന്നതെന്ന് തിട്ടമില്ല. ഒരു പക്ഷേ അമ്മയുടെ മടിയിൽ കഥ കേട്ട് ഉറങ്ങിയ കുട്ടിയാകാം. മൈതാനത്ത് കൂട്ടുകാർക്കൊപ്പം കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നടന്ന കുട്ടികളാകാം. ആ കുട്ടികളുടെ കാതുകളിൽ ഒരു അറിയിപ്പ് കേൾക്കുകയാണ്, ഇവിടെ എവിടെയോ യേശു വന്നിട്ടുണ്ട്. ഇതെല്ലാം കളഞ്ഞ് അവരുടെ എൻജോയ്മെന്റുകളും വിനോദങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പടകും വലയും ഉപേക്ഷിക്കുന്നതിന് ഒരു പടി മുകളിലാണ്. പടകും വലയും ഉപേക്ഷിക്കുന്നതിന്റെ ഒരു പടി മുകളിലാണ്. എല്ലാം ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിനെ കാണാൻ വരികയാണ്. വരുമ്പോ അവന്റെ പ്രിയ ശിഷ്യന്മാര് തടഞ്ഞു വെക്കുകയാണ്. അവിടെ ക്രിസ്തു പറയുന്നുണ്ട്, കുട്ടികളെ തടയരുത്, അവരെന്റെ അടുക്കിലേക്ക് വിടുവിൻ. അത് മാത്രമല്ല, എന്നിട്ട് സ്വർഗരാജ്യത്തെ ഉപമിക്കുന്നുണ്ട്. ഇവരെ പോലെ മനം തിരിയാതെ നിങ്ങൾക്കാർക്ക് എവിടെ പോകാൻ കഴിയില്ല? സ്വർഗത്ത് പോകാൻ കഴിയില്ല. എവിടെ നിന്നോ വന്ന കുട്ടികളുടെ ആ സമയത്തിന്റെ പേരാണ് വെൽ ടൈം, റൈറ്റ് ടൈം, റിയൽ ടൈം. ക്രിസ്തുവിനെ കാണാൻ ഒരു മോഹമുദിക്കുന്നു, ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. മറ്റെല്ലാ കാരണങ്ങളും മാറ്റിവെച്ചുകൊണ്ട്, മറ്റെല്ലാ ജീവിത സാഹചര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ മുമ്പിൽ എത്തിത്തേരുന്നതിന്റെ പേരാണ് ആറ്റരുത്ത് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ആദ്യ പ്രത്യേകതകളിൽ സങ്കീർത്തനക്കാരൻ ഉപമിക്കുന്നത്. തക്ക സമയത്ത് ഫലം കായ്ക, വെൽ ടൈം. ക്രിസ്തുവിനെ അന്വേഷിച്ചവന്റെ അവകാശമാണ് ക്രിസ്തുവിനെ അനുഭവിക്കുക. ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവന് മാത്രമേ ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. എന്താണ് അന്വേഷണമെന്നും വളരെ കൃത്യമായി വേദപുസ്തകം പറയുന്നുണ്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തും. എന്താണ് അന്വേഷണം? അന്വേഷിച്ച കണ്ടെത്തും എന്നാ പറയുന്നത്. അത് ചെറിയൊരു തിരുത്തുകൂടി അതിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണാൻ കഴിയും. അന്വേഷിച്ചാലേ കണ്ടെത്തും, അങ്ങനെ കൂടിയുണ്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ളതിന്റെ ആഴമായ അർത്ഥം അന്വേഷിച്ചാലേ കണ്ടെത്തൂ എന്നുള്ളതാണ്. അന്വേഷിക്കുക എന്നുള്ളത് ഒരു കർമ്മമാണ്, ഒരു ആക്ഷനാണ്. എന്ത്? അന്വേഷിക്കുക എന്നുള്ളത്. അനുഭവിക്കുക എന്നുള്ളത് റിയാക്ഷനാണ്, ആക്ഷന്റെ റിയാക്ഷനാണ്. അപ്പൊ അന്വേഷണം ഉണ്ടാകുന്നിടത്തെ അനുഭവം ഉണ്ടാകുള്ളൂ. അന്വേഷിക്കുന്നവന് മാത്രമേ ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയൂ. അന്വേഷണം ഒരു കർമ്മമാണ്, പ്രവൃത്തിയാണ്, ആക്ഷനാണ്. അനുഭവിക്കുക എക്സ്പീരിയൻസ് ആണ്. ക്രിസ്തുവിനെ അന്വേഷിച്ചവന്റെ അവകാശമാണ് ക്രിസ്തുവിനെ അനുഭവിക്കുക. അവിടെയാണ് നിക്കോദീമോസും സക്കായിയും പേര് പറയാത്ത കുട്ടികളും ഒക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇനി അവസാനമായി ആദ്യത്തെ ചിന്തയിൽ പരിചയപ്പെടുത്തുന്ന ഒരു കൂട്ടുകാരൻ കൂടിയുണ്ട്. അയാൾ അവസാന നിമിഷത്തിലാണ് അയാളുടെ ഇൻട്രൊഡക്ഷൻ. അയാൾ കടന്നു വരുന്നത് അവസാന നാഴികയിലാണ്. വളരെ കൃത്യമായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വേദഭാഗത്തിൽ ആ മനുഷ്യനെ കാണാൻ കഴിയും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 43 വരെയുള്ള വേദഭാഗം. അവിടെ കർത്താവിന്റെ കാൽവറി മരണത്തിന് മുമ്പിലുള്ള വളരെ വിലപ്പെട്ട നിമിഷമാണ്. ഗാഗുൽത്തായിൽ എത്ര മരക്കുരിശുണ്ട്? ഏതാണ്ട് എത്ര ഉണ്ട്? 3 മരക്കുരിശ്. നടുവിലാരാണ്? യേശു. അന്നും ഇന്നും നടുവിലാരാ? യേശുവാണ്. അപ്പുറത്തോ? ഒന്ന് ഉറക്കെ പറയാം. അപ്പുറത്തോ? നടുവിൽ യേശുവാണ്. അപ്പുറത്തോ? അപ്പുറം ഇപ്പുറം ആരാ? ഒന്ന് ഉറക്കെ പറഞ്ഞേ. നമ്മളല്ലേ? ഇനി അങ്ങനെ പറയരുത്. അപ്പുറം ഇപ്പുറം ആരാ? നമ്മളാണ്. 2 മനുഷ്യർ അപ്പുറം ഇപ്പുറം കിടക്കുന്നു. നടുവിൽ ക്രിസ്തു. അതിലൊരു കള്ളം പറയുന്നുണ്ട്,
നീ ദൈവമാണെങ്കിൽ നീ നിന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കുക. ഇപ്പോഴുള്ള രക്ഷയാണ് അവൻ ആഗ്രഹിക്കുന്നത്. എന്താണ്? ഈ നിമിഷമുള്ള രക്ഷ. വീട് പണിയ, പെങ്കൊച്ചിനെ കെട്ടിക്കുക, പാല് കാച്ചി നടത്താൻ കഴിയുക, ഇപ്പോഴുള്ള രക്ഷ. ആവശ്യങ്ങൾ, പരിഭവങ്ങൾ, പരാതികൾ. നീ ദൈവമാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കുക. ഇപ്പോഴുള്ള രക്ഷ. ഇപ്പോഴുള്ള രക്ഷ ആഗ്രഹിക്കുന്നവര് ആരെയാ ഭയപ്പെടുന്നറിയാവോ? പബ്ലിക്കിനെയാണ്, താഴെയുള്ള ജനങ്ങളെയാണ് ആ കള്ളൻ ഭയന്നത്, ദൈവത്തെ അല്ല. അവൻ ആരെയാ ഭയന്നേ? താഴെ നിൽക്കുന്ന ആൾക്കൂട്ടത്തെയാണ് അയാൾ ഭയക്കുന്നത്. എന്നാ അപ്പുറത്തെ മനുഷ്യൻ പറയുന്നു, നീ അങ്ങനൊന്നും പറയല്ലേ, ഇവനോ നിരപരാധി, ഇവനിൽ ഒരു തെറ്റുമില്ല, ഞാനും നീയും തെറ്റ് ചെയ്തിട്ടാണ് ഈ മരക്കുരിശിൽ കിടക്കുന്നത്, ഇവനോ നിരപരാധി. കൃത്യമായ സമയത്ത് വെൽ ടൈം റൈറ്റ് ടൈം, ഇന്നലെ വരെ കള്ളൻ എന്ന പേര് വിളിച്ച മറ്റൊരുത്തൻ ക്രിസ്തുവിന്റെ ഹൃദയം കീഴടക്കുന്ന മനോഹരമായ ഗാഗുൽത്തായുടെ അത്യഗ്രസ്ത ശൃംഗത്തിലെ മനോഹരമായ കാഴ്ചയാണ്. അപ്പുറത്തെ കള്ളൻ പറയുന്നു, ഇവനോ നീതിമാനാകുന്നു, ഞാനും നീയും തെറ്റ് ചെയ്തവനാണ്. എന്നിട്ട് പറയുന്നൊരു വാചകമുണ്ട്, സുവിശേഷത്തിൽ ഇത്ര മനോഹരമായൊരു വാചകം, സുവിശേഷത്തിൽ ഇത്രയും ഹൃദയത്തിലേക്ക് ആഴ്ന്നിറന്നൊരു വാചകം. അയാൾ പറയുകയാണ്, രാജാവേ, നീ എഴുന്നള്ളി വരുമ്പോ എന്നെയും ഓർക്കണമേ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ആദ്യ പ്രഖ്യാപനമാണ്. ഒരു കള്ളനാണ് പറയുന്നത്. പറുദീസായുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ഒരു കള്ളന്റെ അതിവേഗമുള്ള യാത്രയാണ്, ആധ്യാത്മിക യാത്രയാണ്. അതുകൊണ്ടാണ് ആമുഖത്തിൽ പറഞ്ഞത്, നീ ആരാണെന്നുള്ളത് അവന് വിഷയമല്ല, നിന്റെ കുടുംബ മഹിമ എന്നുള്ളത് അവന് വിഷയമല്ല, നീ ഏത് സ്ഥാനത്തിൽ ഏത് ജോലി ചെയ്യുന്നു എന്നുള്ളത് ഒരു വിഷയമേ അല്ല. അവസാന നാഴികയിൽ അയാൾ പറയുകയാണ്, എന്റെ ദൈവമേ, നീ എഴുന്നള്ളി വരുമ്പോ എന്നെ ഓർക്കണമേ. അവിടെ സക്കായിക്ക് കൊടുത്ത അതേ വാചകാണ്, ടുഡേ, ഇന്ന് നീ എൻ്റെ കൂടെ എവിടെ കാണും? പറുദീസായി. ഇന്ന് എന്ന് പറഞ്ഞാൽ ഈ രാത്രിയിൽ, ഈ സമയം, ദിസ് ടൈം. ഇന്ന് ഈ രാത്രിയിൽ നീ എൻ്റെ കൂടെ ഉണ്ടാകും. പ്രിയമുള്ളവരെ, വലിയ വെള്ളിയാഴ്ചയിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു ശുശ്രൂഷയുണ്ട്, ശ്ലീബാവന്ദനവന്റെ ശുശ്രൂഷ. ശ്ലീബാവന്ദനവന്റെ ശുശ്രൂഷയിൽ എന്നെയും നിങ്ങളെയും ശ്ലീബായുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന ആരാന്നറിയാമോ? ഈ കള്ളനാണ്. എങ്ങനെയാണ്? ശ്ലീബാവന്ദനവന്റെ സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട്, അതിന്റെ ഒരു മനോഹരമായ മലയാളത്തിലെ പ്രാർത്ഥനയുണ്ട്. അതെന്താണ്? എന്റെ ആത്മത്തിനതിനാലേ രക്ഷയുണ്ടായി എന്ന ശ്ലീബായെ കുമ്പിടുന്നു, മശിഹാ തമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ. അടുത്ത വരി എനിക്ക് കേൾക്കേണ്ടത്, ഞങ്ങളെ ഓർക്കണമെന്ന്. ആരോടാ? ഉറക്കെ പറഞ്ഞ്. അവിടെ എത്ര അവിടെ എത്ര ഉണ്ടായിരുന്നു? അവിടെ കള്ളന്മാരായിരുന്നു. ഇത് ചൊല്ലിയപ്പോഴോ സിംഗുലറായി. അവിടെ 2 കള്ളന്മാരുണ്ടായിരുന്നു. ചൊല്ലി വന്നപ്പോഴോ ഒന്നാ. കള്ളനോടുകൂടി ഞങ്ങളും ചൊല്ലുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കള്ളാന്ന് വിളിക്കരുത്. അവസാന നാഴികയിലെ അയ്യാനുടെ ഒരു വാചകമാണ്, കൃത്യമായ സമയത്ത് ക്രിസ്തുവിന്റെ കീഴടക്കം കൊണ്ട് പറുദീസായുടെ അവകാശിയാകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭൗതികമായ ജീവിതത്തിനേക്കാൾ പ്രാധാന്യം ആധ്യാത്മിക ജീവിതത്തിൽ എന്തിനുണ്ട്? സമയത്തിനുണ്ട്. ഒന്നാമത്തെ ചിന്ത പര്യവസാനിക്കുകയാണ്. പെരുപറയാത്ത കുട്ടികളിലൂടെ, പരീശനായ യഹൂദനായ പ്രമാണിയിലൂടെ, പൊക്കം കുറഞ്ഞവനായ സഖായിലൂടെ, ഒരു സമൂഹം മുഴുവനും കള്ളനെന്ന് വിളിച്ച ഒരു മനുഷ്യനിലൂടെ, അറ്റരകത്ത് നിൽക്കുന്ന വൃക്ഷം നമ്മളോട് പറയുന്നു, which yield their fruit in season, തക്ക സമയത്ത് ഫലം കായ്ക്കുക. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ സമയമായി വരുന്നു. പുട്ടിന് പീരയിടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയും. എന്തിനാണെന്നറിയോ? നിങ്ങളുടെ മുഖത്തൊരു വെളിച്ചമുണ്ടെന്നേരം. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു ചിരിയുണ്ട്. ഓ, സമാധാനായി.
രണ്ടാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. ആറ്റിലേക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? ഇല വാടാത്ത വൃക്ഷം. Their leaves do not wither. ജീവിതത്തിന്റെ വാടിയ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായോണ്ട നമ്മളിവിടെ ഇരിക്കുന്നത്. ഏറെക്കുറെ അതാണ് സത്യം. സങ്കീർത്തനക്കാരൻ പറയുന്നു, Their leaves do not wither. ഇല വാടാത്ത വൃക്ഷം. പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയാമോ? വാടാൻ സാധ്യതയുണ്ട് എന്ന്. ജീവിതത്തോട് ചേർത്ത് വായിക്കേണ്ട ഒരു സങ്കീർത്തനമാണ്. പ്രതിസന്ധികളില്ലെന്നല്ല പറഞ്ഞു വെക്കുന്നത്, പ്രതിസന്ധികളുണ്ട്. ഓരോ വൃക്ഷത്തെ പരിശോധിക്കാം. ഇത് വൃക്ഷത്തെ പറ്റി പറയുന്ന ഉപമയാണല്ലോ. ഓരോ വൃക്ഷവും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് പലതരത്തിലുള്ള കാലാവസ്ഥകളോട് പൊരുതിയാണ്, അല്ലേ? അവിടെ ഇല വാടാതിരിക്കുക എന്നുള്ളതാണ് വൃക്ഷത്തിന്റെ പരമമായ ഉത്തരവാദിത്വം. ഇല വാടിയെല്ലാം പോയി. ഒരു വൃക്ഷത്തെ ഐഡന്റിഫൈ ചെയ്യുന്നത് വചനത്തിൽ പറയുന്ന ഫലത്തിലൂടെയാണല്ലോ. പ്രാക്ടിക്കലി ഒരു വൃക്ഷത്തെ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു തൈ ദൂരെ നിന്ന് നമ്മൾ കണ്ടാൽ, ഒരു വൃക്ഷത്തൈ ദൂരെ നിന്ന് നമ്മൾ കണ്ടാൽ, നമ്മൾ ആ വൃക്ഷം അല്ലെ ആ ചെടി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? ഇലയാണ്. ഇല കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ അടുത്ത് നിന്ന് ആ ഇലയുടെ ഇത്തിരി ഭാഗം ഒന്ന് നുള്ളിയെടുത്ത് ഒന്ന് മണിപ്പിച്ചു പോകും. ഐഡന്റിറ്റിയാണ് ഒരു വൃക്ഷത്തിന്റെ ചെടിയുടെ ഇലയെന്ന് പറയുന്നത്. അപ്പൊ ഐഡന്റിറ്റി ഈ ആധ്യാത്മിക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. നമ്മൾ പറയുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആഞ്ഞിലിമൂട്ടിലെ പറച്ചാന്റെ കൊച്ചുമോൻ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അല്ല, എന്റെ അപ്പച്ചനായിരുന്നു കളക്ടർ എന്നുള്ള ഐഡന്റിറ്റി അല്ല. ക്രിസ്തുവിന്റെ മുമ്പിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ വന്നവരെല്ലാം ആരായിരുന്നു? വന്നവരൊക്കെ ആരായിരുന്നു? അവരൊന്നും ജീവിതത്തിൽ ബാഹ്യമായ തരത്തിൽ യാതൊരു ഐഡന്റിറ്റി ഇല്ലാത്ത മനുഷ്യരാണ് വന്നവരൊക്കെ. അവസാന സമയത്ത് പറുദീസായുടെ മുമ്പിൽ കസേരയിട്ടിരിക്കുന്ന കള്ളം പോലും ജീവിതത്തിൽ പറയപ്പെടുന്ന ഒരു ബാഹ്യമായ ഐഡന്റിറ്റി ഇല്ലായിരുന്നു. സ്പിരിച്വൽ ആയിട്ടൊരു ഐഡന്റിറ്റി അയാൾ നേടിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. അപ്പൊ വൃക്ഷത്തിന്റെ വളരെ പരമപ്രധാനമായ ഭാഗമാണില്ല. അത് വാടാതിരിക്കുക എന്നുള്ളതാണ് വൃക്ഷത്തിന്റെ പരമമായ പ്രധാന ലക്ഷ്യം. അങ്ങനെ ജീവിതത്തോടെ എടുത്ത് വായിക്കാം, ചോർത്ത് വായിക്കാം. വാടാം, വാടാതിരിക്കാം, വീഴാം, വീഴാതിരിക്കാം, പരാജയപ്പെടാം, പരാജയപ്പെടാതിരിക്കാം. പക്ഷെ പരാജയപ്പെടാതിരിക്കുക, വീഴാതിരിക്കുക, വാടാതിരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ ഉദ്ദേശം. ഈ സ്പിരിച്വാലിറ്റി കൊണ്ട് എന്താണ് നിങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്? എന്താണ് എന്റെയും നിങ്ങളുടെ ആധ്യാത്മികത? എന്താണ് സ്പിരിച്വാലിറ്റി? പള്ളി വരുന്നതാണോ സ്പിരിച്വാലിറ്റി? മുടങ്ങാതെ കുർബാന അനുഭവിക്കുന്നതാണോ സ്പിരിച്വാലിറ്റി? എന്താണ് സ്പിരിച്വാലിറ്റി? എന്താണ് ആധ്യാത്മികതയ്ക്ക് ഞാനും നിങ്ങൾ കൊടുക്കുന്ന ഡെഫിനിഷൻ? 4.5 വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് ചേർന്ന ഒരു ചാരിറ്റി സ്ഥാപനത്തിന്റെ ചുമതലയായിരുന്നു. എല്ലാ ദിവസവും ഗവൺമെന്റ് ആശുപത്രിയിൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ 4.5 വർഷക്കാലത്തെ ജീവിത അനുഭവങ്ങൾ ഒട്ടേറെയാണ്. ആഴ്ചയിൽ 2 ദിവസം മെഡിക്കൽ കോളേജിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെ വാർഡിലൂടെ ഒരു നടത്ത പതിവുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഉച്ചഭക്ഷണം എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത ഒപ്പമായിരിക്കുന്ന സഹോദരങ്ങൾക്കൊപ്പം സ്ത്രീകളുടെ വാർഡ് സന്ദർശിക്കുവാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഓരോ ബെഡിൽ കിടക്കുന്ന രോഗികളായ സ്ത്രീകളോടും കുശലം അന്വേഷിച്ച് സംസാരിച്ച് പോകുമ്പോൾ അങ്ങേ അറ്റത്തൊരു ബെഡിൽ ആദ്യം വിചാരിച്ചത് ഒരു ബെഡ്ഷീറ്റ് മാത്രമാണെന്നാണ്. പിന്നാണ് കാലും കയ്യും അനങ്ങിയപ്പോൾ അതിനിടയിൽ ഒരു മനുഷ്യനുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. ദൂരെ നിന്നുള്ളൊരു കാഴ്ചയിൽ അത്ര പോൽ മെലിഞ്ഞ ഒരു സ്ത്രീ, ഏതാണ്ട് 85 വയസ്സുള്ള മാഹിക്കാരിയായ ഭവാനി അമ്മയാണ്. പിന്നീട് പരിചയപ്പെട്ടപ്പോഴാണ് അത് മനസ്സിലായത്. ബ്രാഹ്മണ സ്ത്രീയായ മാഹിക്കാരിയായ ഭവാനി അമ്മ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? അതിനു മുമ്പ് ഈ അമ്മയുടെ ആദ്യ കാഴ്ച ഒന്ന് പരിചയപ്പെടുക. ദൂരെ നിന്ന് ഓരോ ബെഡിനരികിലെ രോഗികളെ കണ്ട് ഞാൻ മടങ്ങുമ്പോ അങ്ങേ അറ്റം കിടക്കുന്ന ഈ അമ്മ തൊട്ടടുത്ത് ആരോ കൊണ്ടുവച്ച ചോറുപതി തിരയുകയാണ്. മുഖത്തുനിന്ന് ബെഡ്ഷീറ്റ് പോലും മാറിയിട്ടില്ല.
ഒരുപക്ഷെ ശരീരത്തിന്റെ ആ വൈകൃതമായ ക്ഷീണം മറ്റാരും കാണാതിരിക്കാനായിരിക്കാം. പുറത്തേക്ക് ആരോ കൊണ്ടുവച്ച ചോറുപതി ആ അമ്മ തിരയുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. അവിടെ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ സഹായിക്കണമെന്നോ അറിയില്ല. ഒന്നെടുത്തിരുത്തണമെന്നുണ്ട്. പക്ഷേ നമ്മളെ കൊണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് തൊട്ടടുത്തുള്ള നേഴ്സിനെ ഒന്ന് വിളിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. അപ്പുറത്താണ്, അതേ സമയം തൊട്ടപ്പുറത്തെ കട്ടിലിൽ 18 വയസ്സുള്ളൊരു മുസ്ലിം കുട്ടി അതിന്റെ ഉമ്മായിക്ക് ചോറ് വാരി കൊടുക്കുകയാണ്. അതേ ബെഡിന്റെ അപ്പുറത്താണ് മാഹിക്കാരിയായ 85 വയസ്സുള്ള ഭവാനി അമ്മ ചോറിനു വേണ്ടി തിരയുന്നൊരു കാഴ്ചയും കാണുന്നത്. ഓടിച്ചെന്ന് ഞാൻ നഴ്സിനെ ഒന്ന് കാണാം, ഈ വിവരം അറിയണം, അല്ലെങ്കിൽ അതിനു മുമ്പ് ചോറ് തട്ടി താഴെ വീഴാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പൊ നഴ്സിനോട് അനുവാദം ചോദിക്കുവാനായിട്ട് ഞാൻ പോകുന്ന സമയത്തിന് തൊട്ട് മുമ്പ് 18 വയസ്സായ മുസ്ലിം കുട്ടി അതിന്റെ ഉമ്മായിക്ക് ചോറ് വാരി കൊടുക്കുമ്പോ ഞാൻ കുട്ടിയോട് പറഞ്ഞു, മോളെ ഈ അമ്മയെന്ന് നോക്കിയേക്കണേന്ന്. അതിന്റെ അമ്മയല്ല, തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഈ അമ്മ, ഈ പ്രായമായ അമ്മയെന്ന് നോക്കിയേക്കണേ, ഞാൻ നഴ്സിനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. ഇത്രയും ഞാൻ ആ കുട്ടിയോട് പറഞ്ഞുള്ളൂ. എന്നിട്ട് ഞാൻ നഴ്സിനെ വിളിക്കാൻ പോയി. നഴ്സിനെ വിളിക്കാൻ പോയ അവിടെ ഈ അമ്മയെ കുറിച്ച് ചോദിച്ച കുശലങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. അവിടെ പോയി ഞാൻ ചോദിച്ചു, അങ്ങേയറ്റം കിടക്കുന്ന ഒരു അമ്മയുണ്ടല്ലോ, അത് ആരാണ്? അപ്പോഴാണ് അവര് പറഞ്ഞത്, ഒരു കോടീശ്വരിയായ മാഹിക്കാരിയായ ബ്രാഹ്മണ സ്ത്രീയാണ് ഈ ഭവാനി അമ്മ. കല്യാണം കഴിച്ചു, മക്കളുണ്ടായില്ല. ഭർത്താവ് വേണ്ട 60 വയസ്സായപ്പോൾ ഭർത്താവ് മരിച്ചുപോയി. ശേഷിക്കുന്ന സ്വത്തുവകകളെല്ലാം ഈ അമ്മ വേണ്ടപ്പെട്ടവർക്കൊക്കെ എഴുതി കൊടുത്തു. പക്ഷെ അവസാനം നോക്കാൻ ആരുമില്ലാതായി അവർ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി. എന്റെ പ്രിയ മാതാപിതാക്കളെ, ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയുകയാണ്. മക്കളോട് പിണങ്ങുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പറയരുത്, നിങ്ങൾ നോക്കിയില്ലെങ്കിലും ഇന്ന് കേരളത്തിൽ ഇഷ്ടം പോലെ ചില അമ്മമാരെങ്കിലും പറഞ്ഞു വെക്കും, ഇഷ്ടം പോലെ വൃദ്ധസദനം ഉണ്ടടാ, നീ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഇനി പറയരുത് കേട്ടോ. കാരണം 60 വയസ്സുള്ളപ്പോ തന്റെ ജീവിത പങ്കാളി മരിച്ചു. അതിനുശേഷം അവശതയായ മാതാവിനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി. വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയപ്പോ ഈ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പനി അസുഖങ്ങൾ വരുന്നതുകൊണ്ട് വൃദ്ധസദനത്തിൽ ഒരാൾ മാത്രമാണോ? അല്ല, ബാക്കിയുള്ളവർക്ക് കൂടി പനി ബാധിക്കുന്നുണ്ട്. ഈ അമ്മ വൃദ്ധസദനത്തിൽ നിന്ന് ഔട്ടാക്കി എവിടെ കൊണ്ടുവന്നു? ആശുപത്രി കൊണ്ടുവന്നു. ഇതൊക്കെ അന്വേഷിച്ച് ഈ കഥകളൊക്കെ അറിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോ കാണുന്നൊരു കാഴ്ചയുടെ പേരാണ് ഞാൻ പറയാൻ വന്നത്, സ്പിരിച്വാലിറ്റി. ഞാൻ ഈ സിസ്റ്ററിനെ കൂട്ടി തിരിച്ച് ഈ അമ്മയുടെ ബെഡിലേക്ക് വരുമ്പോ ഞാൻ കാണുന്ന കാഴ്ചയുടെ പേരാണ് സ്പിരിച്വാലിറ്റി. എന്താണ് ഞാൻ കാണുന്ന കാഴ്ച എന്നറിയാമോ? തൊട്ടു മുമ്പ് ഒരു കുട്ടിയോട് ഞാൻ പറഞ്ഞു, മോളെ ഈ അമ്മയെന്ന് നോക്കിയേക്കണെന്ന്. ഞാൻ തിരിച്ചു വരുമ്പോ 18 വയസ്സുള്ള മുസ്ലിം കുട്ടി, 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം കുട്ടി, 85 വയസ്സുള്ള മാഹിക്കാരിയായ ഭവാനി അമ്മ ഇടത് കൈയുടെ ഇടയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ചോറ് വാരിക്കൊടുക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. 18 വയസ്സുള്ള മുസ്ലിം കുട്ടി, യാതൊരു പരിചയവുമില്ലാത്ത 85 വയസ്സുള്ള മാഹിക്കാരിയായ ബ്രാഹ്മണ സ്ത്രീയായ ഭവാനി അമ്മയെ ഇടത് കൈയുടെ ഇടയിലേക്ക് ചേർത്ത് വെച്ച് സ്വന്തം ഉമ്മായിക്ക് ചോറ് വാരിക്കൊടുക്കുന്നത് പോലെ അവൾ ഉരുട്ടിക്കൊടുക്കുന്ന കാഴ്ചയുടെ പേരാണ് എന്ത്? സ്പിരിച്വാലിറ്റി. അതിന്റെ പേരാണ് ആധ്യാത്മികത. പള്ളിയിൽ മാത്രം വരുന്ന അല്ല ആധ്യാത്മികത. കൗദാശിക അനുഭവങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് മാത്രം അതൊരു സ്പിരിച്വാലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല. കർമ്മവും ധർമ്മവും ജീവിതത്തിൽ ഉണ്ടാകുന്നിടത്താണ് ഏതൊരു കൗദാശിക അനുഭവവും പൂർത്തീകരിക്കുന്നത്. ആരാധനയുടെ അവസാനം പറഞ്ഞു വെക്കുന്നത് സമാധാനത്തോടെ നിങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാനല്ല, പിന്നെ സമാധാനത്തോടെ നിങ്ങൾ പോകുമെന്നാണ്. പോവുക എന്ന് പറയുന്നത് ഈ ധർമ്മത്തിന് വേണ്ടിയായിരിക്കണം. പോവുക എന്ന് പറയുന്നത് ഈ കർമ്മത്തിന് വേണ്ടിയായിരിക്കണം. പ്രിയമുള്ളവരെ, അവിടെ വീഴാനും വാടാനും സാധ്യതയുണ്ട്. അവിടെ നമുക്ക് ഒരു ആധ്യാത്മികത പരിസരം ഉണ്ടാകണം. ഒരു ചെറുത്തുനിൽപ്പിന്റെ ദൈവശാസ്ത്ര ബോധ്യമുള്ള മനുഷ്യന് മാത്രമേ ഇങ്ങനെയൊക്കെ ജീവിത പരിസരം സൃഷ്ടിക്കുവാൻ കഴിയൂ. The theological conviction of resistance. The theological conviction of resistance. ഒരു ചെറുത്തുനിൽപ്പിന്റെ ദൈവശാസ്ത്ര ബോധ്യം നമുക്കുണ്ടാകണം. ഇന്ന് എന്റെയും നിങ്ങളുടെയും മാതാപിതാക്കൾ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോ വീടിന്റെ ഉമ്മറക്കോലായിലേക്ക് മാതാവിനെയും പിതാവിനെയും വെച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുമ്പോ അവിടെ പാടാൻ മറന്നു പോകാത്തൊരു പാട്ടുണ്ട്. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ. ഇതാര് പാടിയതാ?
തിയോളജിക്കൽ കൺവിക്ഷൻ ഓഫ് റെസിസ്റ്റൻസ്. ജീവിതത്തിൽ ചെറുത്തുനിൽപ്പിന്റെ ദൈവശാസ്ത്ര ബോധ്യം ഉണ്ടെന്ന് നമ്മെ പഠിപ്പിച്ച സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ജീവിതത്തിന്റെ പാതി വഴിയിൽ പ്രിയപ്പെട്ട മകൻ കടന്നു പോകുമ്പോ ആ മകന്റെ ശവശരീരം വീടിന്റെ ഉമ്മറക്കൊലായിലേക്ക് കൊണ്ടുവരുമ്പോ അയാൾ അതിൽ നോക്കി കണ്ണുനീർ വാർത്തില്ല, അയാൾ പൊട്ടിക്കരഞ്ഞില്ല, ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല, പരിഭവം പറഞ്ഞില്ല. അതേ ശവശരീരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തോട് അയാൾ പാടി, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവെന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി. കൺവിക്ഷൻ, തിയോളജിക്കൽ കൺവിക്ഷൻ ഓഫ് റെസിസ്റ്റൻസ്, ചെറുത്തുനിൽപ്പിന്റെ ദൈവശാസ്ത്ര ബോധ്യം. വീഴാതിരിക്കുക, വാടാതിരിക്കുക എന്നുള്ളത് ഈ ധരയിലെ ഒരു ആധ്യാത്മിക ചൈതന്യം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ വീണുപോകാവുന്ന ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഒരു ചെറുത്തുനിൽപ്പിന്റെ ദൈവശാസ്ത്ര ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ ചുറ്റുമുള്ള അനേക മനുഷ്യരുണ്ട്. 2018 വേൾഡ് കപ്പ് മതവും ജാതിയും വർഗവും വർണ്ണവും മറന്ന ഒരു സ്ക്രീനിന്റെ മുമ്പിൽ 800 കോടി ജനങ്ങളുള്ള ഈ ലോകത്ത് 400 കോടി ജനങ്ങളും കണ്ട ഒരേ ഒരു കായിക മാമാങ്കമാണ് കഴിഞ്ഞുപോയ ഫുട്ബോൾ വേൾഡ് കപ്പ്. പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ കോഴിക്കോടിന്റെ വീതികളിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് മുസ്തഫയും കൃഷ്ണനും ജോസഫും ഒക്കെ ഒരുമിച്ചിരുന്ന ഒരു കായിക മാമാങ്കം കാണുമ്പോൾ മതേതരത്വത്തിനപ്പുറത്തേക്ക് ചേർത്ത് പിടിക്കലിന്റെ ഒരു കായിക മാമാങ്കം കൂടിയായിരുന്നു കഴിഞ്ഞുപോയ വേൾഡ് കപ്പ്. ഡിസംബർ മാസം എന്റെ ഇടവകയിലെ കരോൾ പോലും മാറ്റിവെക്കേണ്ട സാഹചര്യം. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിരി വരും. അങ്ങനെ എല്ലാവരും ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസൽമാനും ഒക്കെ ഒരുമിച്ചിരുന്ന നമ്മുടെ നാടിനേക്കാളും സ്പിരിറ്റാണ്, പ്രത്യേകിച്ച് വടക്കൻ പ്രദേശങ്ങളിൽ. അവർ വീടുകളിൽ ഇരുന്നല്ല ക്രിക്കറ്റ് കളിയും ഫുട്ബോളും കാണുന്നത്. തെരുവോരങ്ങളിൽ വലിയ സ്ക്രീനുകൾ സ്ഥാപിച്ചിട്ട് അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന ഈ കായിക മാമാങ്കം കാണുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ആ മൈതാനങ്ങളിൽ കളിച്ച ചില മനുഷ്യരെ കുറിച്ചാണ്. ജയിച്ചവരും തോറ്റവരും ഒക്കെ അനേകരുണ്ട്. പക്ഷെ ആ മൈതാനങ്ങളിൽ കളിച്ച പ്രഗത്ഭരായ ചില മനുഷ്യരുണ്ടല്ലോ, ജീവിതത്തിൽ ചില ചെറുത്തു നോൽപ്പിന്റെ ദൈവശാസ്ത്ര ബോധ്യമുള്ളവരാണെന്ന് പറയുവാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് ഒരു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. പോർച്ചുഗൽ എന്ന് പറയുന്ന മനോഹരമായ രാജ്യത്തിന്റെ 1000 കിലോമീറ്റർ അകലെ മദീര എന്നൊരു കുഗ്രാമമുണ്ട്. അവിടെ നിറവേറുമായി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ ഒരു സ്ത്രീ മുതിരുകയാണ്. ശേഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അന്നമൂട്ടുവാൻ വഴിയില്ലാത്തത് കൊണ്ട് ഉദരത്തിൽ ഉരുവായ കുഞ്ഞ് പിറക്കല്ലേ എന്നവൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്രമേൽ ദാരിദ്ര്യമാണ്. പോർച്ചുഗലിന്റെ 1000 കിലോമീറ്റർ അകലെയുള്ള മദീരയിൽ ശേഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അന്നമൂട്ടുവാൻ വഴിയില്ലാത്തത് കൊണ്ട് ഉദരത്തിൽ ഉരുവായ കുഞ്ഞ് ഈ ലോകം കാണല്ലേ, പിറന്നു വീഴല്ലേ എന്നവൾ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ കുഞ്ഞ് പിറന്നു വീഴുകയാണ്. അവൻ മെല്ലെ മെല്ലെ വളർന്നു. വിശപ്പ് കൂടിയപ്പോ മൈതാനങ്ങളിൽ അവനോടി. വൃത്തത്തിലുള്ള പന്തിനെ അവൻ പ്രണയിച്ചു, സ്നേഹിച്ചു. വിശപ്പ് കൂടുമ്പോ അതിവേഗത്തിൽ അവനോടി. കൂട്ടുകാർ ഇടവേളകളിൽ ബർഗർ കഴിക്കാൻ പോകുമ്പോ അതേ ബർഗർ കടയുടെ പിന്നാമ്പുറത്ത് പോയി ബ്രെഡിന്റെ പൊടി കഴിച്ചുകൊണ്ട് ആ ബാല്യകാലം കഴിച്ചു കൂട്ടിയ ഒരു ബാല്യകാലവും അവനുണ്ടായിരുന്നു. വിശപ്പ് കൂടുമ്പോ അതിവേഗത്തിലോടി. വീണ്ടും വിശപ്പ് കൂടുമ്പോ അതിവേഗത്തിൽ വൃത്തത്തിലുള്ള പന്തിനെ പ്രണയിച്ച് അവൻ ഫുട്ബോളിൽ വളർന്നു വരുന്നൊരു കായിക തലത്തിലേക്ക് ഉയർന്നു വരുന്ന ഒരു കളിക്കാരനായി മാറി. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു കളിക്കാരൻ അവൻ മാറുമ്പോൾ ഇന്ന് അറേബ്യ അൽ നാസർ ക്ലബ് ഏറ്റവും കൂടുതൽ റെക്കോർഡ് തുകയ്ക്ക് അയാളെ സ്വന്തമാക്കുമ്പോ അയാളുടെ ജീവിതത്തെ നോക്കി നമുക്ക് പറയേണ്ടി വരും ദ തിയോളജിക്കൽ കൺവിക്ഷൻ ഓഫ് റെസിസ്റ്റൻസ്. ജീവിതത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ ദൈവശാസ്ത്ര ബോധ്യം. നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർ മാത്രമല്ല, നമ്മുടെ അതിർത്തികൾക്കപ്പുറത്തേക്കും ചില മനുഷ്യർ അങ്ങനെയാണ്. നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. 2 വർഷങ്ങൾക്കപ്പുറം വലിയ നോമ്പിന്റെ അവസാന ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്കറിയാം,
മുസ്ലിം മതത്തിന്റെ സഹോദരങ്ങൾ നോമ്പ് ആരംഭിക്കുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കോഴിക്കോട് ഗൈഡൻസ് സെന്ററിന്റെ ഉമ്മറക്കോലായിലേക്ക് തട്ടമിട്ട് പർദ്ദയിട്ട ഒരു സ്ത്രീ കടന്നു വരികയാണ്. സ്വാഭാവികമായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള ഒരു സ്ഥാപനം എല്ലാ ദിവസവും ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് കൊടുക്കുന്നു, സഹായം കൊടുക്കുന്നു. ഇതറിഞ്ഞിട്ട് ഒരു സഹായം ലഭിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ഒരു സ്ത്രീയാണ്. അകത്തേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു. ഒരു കസേര ഇട്ട് കൊടുത്തു. അവിടെ ഇരുന്നു. ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത്? വളരെ ക്ഷീണതയാണ്, വല്ലാതെ വിയർക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത്? ആ സ്ത്രീ പറഞ്ഞു, കല്ലായി നിന്നാണ് വരുന്നത്. കല്ലായിന്ന് കോഴിക്കോട് ബസ് കയറി വരണമെങ്കിൽ അത്രമേൽ ക്ഷീണതയായ ഒരു സ്ത്രീയാണെന്ന കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവും. ഞാൻ ചോദിച്ചു, എന്താണ് വന്നത്? അവർ പറഞ്ഞു, അച്ചോ, വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ എന്റെ ഭർത്താവ് ആരോഗ്യവാനായിരുന്നു. കഴിഞ്ഞ നാൾ വരെയും ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ജീവിച്ചത്. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ ആകെ ഒരു പ്രയാസം, വീട്ടിലെ എന്റെ ഭർത്താവിന്റെ അമ്മ തളർന്നു കിടക്കുകയാണ്. എങ്കിലും സാരമില്ല, ആ അമ്മയെ ഇതുവരെയും ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഞങ്ങളുടെ കുടുംബജീവിതം അത്രമേൽ സന്തോഷമാണ്. എല്ലാ ദിവസവും ആരോഗ്യത്തോടെ ജോലിക്ക് പോയിട്ട് വന്ന ഭർത്താവാണ്. എന്റെ മകൾ പഠിക്കുകയാണ്, 18 വയസ്സാണ്. എന്നാൽ കഴിഞ്ഞ നാളിൽ ഒരു പ്രഭാതത്തിൽ കൂട്ടുകാർക്കൊപ്പം ജോലിക്ക് വേണ്ടി പോകുന്ന ഭർത്താവിനെ സന്ധ്യ സമയത്ത് കൂട്ടുകാർ പാതി തളർന്ന ശരീരവുമായിട്ടാണ് കൊണ്ടുവരുന്നത്. ഇന്ന് തളർന്നു കിടക്കുന്ന അമ്മയുടെ ഇപ്പുറത്തെ കട്ടിലിൽ എന്റെ ഭർത്താവും കിടപ്പുണ്ട്. ജീവിക്കാൻ ഒരു തരത്തിലുള്ള വരുമാനവുമില്ല. മാസം 12,000 രൂപയുടെ മരുന്നാണ് ആവശ്യമുള്ളത്. കാര്യങ്ങളൊക്കെ കേട്ടു. നമ്മളെ കൊണ്ട് കഴിയുന്ന സാഹചര്യം ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അടുത്ത വാക്ക് ഞാൻ ചോദിച്ചു, ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ? കാരണം അത്രമേൽ ക്ഷീണിച്ചിരിക്കുകയാണ് ഈ സ്ത്രീ. അവര് തലയാട്ടി വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത്രയും ദൂരം നിന്ന് വരുന്നതല്ലേ, വെയിലല്ലേ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. വീണ്ടും നിർബന്ധിച്ചു. അപ്പൊ അവര് പറഞ്ഞു, വെള്ളം ഒന്നും വേണ്ടച്ചോ, ഞങ്ങൾക്ക് നോമ്പാണ്. ഉള്ളിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത കത്തലാണ്. ഒരു പുരോഹിതനായി ജീവിക്കുമ്പോഴും തട്ടം വിട്ട് പർദ്ദയിട്ട ഒരു മുസ്ലിം യുവതിയുടെ മറുപടിക്ക് മുമ്പിൽ എന്റെ ആധ്യാത്മികത തോറ്റുപോവുകയാണ്. വീണ്ടും ഞാൻ നിർബന്ധിച്ചു, നിങ്ങൾ ക്ഷീണതയല്ല, ഈ സമയത്തൊക്കെ നോമ്പ് നോക്കാവോ? ഒന്നാമത് ഭർത്താവിന് വയ്യ, അമ്മായിക്ക് വയ്യ, നിങ്ങളുടെ മകളെ പഠിപ്പിക്കണം, ഇങ്ങനെ ഓരോ സ്ഥലത്ത് നടക്കണം, അതിന്റെ കൂടെ നിങ്ങൾ ഈ നോമ്പോട് നോക്കും. നിങ്ങളുടെ രോഗിയായാൽ അവരെ ആരും നോക്കും? ഈ സമയത്തൊക്കെ നോമ്പ് നോക്കണോ? ഇങ്ങനെ ഒരു മറുപടി ചോദിച്ചു. എടുത്തടിച്ചൊരു മറുപടി പറഞ്ഞു, എന്റെ അച്ചോ, നോമ്പ് നോക്കാതിരിക്കാൻ പറ്റുമോ? പടച്ചോന്റെ അടുത്ത് പോകാനുള്ളതല്ലേ. ജീവിതം അത്രമേൽ താളം തെറ്റിക്കിടക്കുന്ന ഒരു സ്ത്രീയാണ്. ഉപജീവനത്തിന് മാർഗമില്ല. ഭർത്താവും അമ്മയും കിടപ്പ് രോഗികളാണ്. അവൾക്കൊട്ട് ആരോഗ്യവുമില്ല. കൊടുത്തത് 18 വയസ്സുള്ള മകൾ, അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തട്ടമിട്ട പർദ്ദയിട്ട സ്ത്രീ എന്നോട് പറഞ്ഞൊരു വാചകണ്ട്, നോമ്പ് നോക്കാതിരിക്കാൻ പറ്റുവച്ചോ? എനിക്ക് പടച്ചോ എന്റെ അടുത്ത് പോകാനുള്ളതല്ലേ. പ്രിയമുള്ളവരെ, ഇങ്ങനെ ചില മനുഷ്യരുണ്ട്. ജീവിതം ഇങ്ങനെ താഴുമ്പോഴും തളർന്നു പോകുമ്പോഴും ഒരാധ്യാത്മിക പരിസരം വല്ലാതെ സൃഷ്ടിച്ച് അതിൽ ആശ്വാസം കണ്ടെത്തുന്ന ചില മനുഷ്യരുണ്ട്. തിയോളജിക്കൽ കൺവിക്ഷൻ, ചെറുത്തുനിൽപ്പിന്റെ ദൈവശാസ്ത്ര ബോധ്യം. പടിയിറങ്ങുമ്പോ ആമുഖത്തിൽ ചോദിച്ച പേര് ഞാൻ മറന്നുപോയി. ഈ തട്ടമിട്ട പർദ്ദയിട്ട സ്ത്രീ പടിയിറങ്ങുമ്പോ ഞാൻ മറന്നുപോയ ആ പേര് ഒന്നുകൂടെ ചോദിച്ചു. സഹോദരി, നിങ്ങളുടെ പേരെന്താണ്? ഒരു വല്ലാത്ത ഇഷ്ടം. അവിടെ മതത്തോടും അവിടെ ആധ്യാത്മികതയോടും ഒരു പ്രണയം തോന്നിയ നിമിഷം. ജീവിതം ഇത്രമേൽ തകർന്നു കിടക്കുമ്പോഴും ഉമനീര് പോലും ഇറക്കാതെ 5 നേരം നിസ്കരിക്കുന്നവരുടെ മുമ്പിൽ എന്റെ ആധ്യാത്മികത പതറിപ്പോവുകയാണല്ലോ. മറന്നുപോയ ആ പേര് ഞാൻ എന്നോട് ചോദിച്ചു. നിങ്ങളുടെ പേരൊന്നുകൂടി ഒന്ന് പറയാമോ? അപ്പൊ സ്ത്രീ പറഞ്ഞു, എന്റെ പേര് നസീമ. വളരെ പെട്ടെന്ന് ഞാനൊരു കൗതുകത്തിന് ഗൂഗിളിൽ ഈ വാചകത്തിന്റെ അർത്ഥം ഒന്നറിയാൻ അടിച്ചു കൊടുത്തു. നസീമ എന്നടിച്ചു കൊടുത്തു. എന്തോ ഞാൻ പറഞ്ഞില്ലേ, ആധ്യാത്മിക ചൈതന്യം എന്നെ വല്ലാതെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധത്തിലേക്ക് നയിക്കുന്നത് കൊണ്ടാവാം. പേര് പറഞ്ഞപ്പാടെ ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? നസീമ. അപ്പൊ കാണിക്കുകയാണ് ജെന്റൈൽ ബ്രീസ്, മന്ദമാരുത, ഇളം കാറ്റ്.
ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് മുകളിലൂടെ ഒരു മന്ദമാരുത പോലെ, ഇളം കാറ്റ് പോലെ അവൾ നടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങളുണ്ട്. ഈ പുതുപ്പള്ളിയിൽ ഇത്രയും ആളുകൾ കൂടുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഇവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ, എനിക്കറിയാം, ഞാനും അങ്ങനെ വന്നൊരാളാ. ഇവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം, ഉണ്ടാകും എന്ന് ചിന്തിക്കേണ്ടത് സമയം അതിക്രമിച്ചിരിക്കും. ഇന്ന് പടിയിറങ്ങുമ്പോൾ ഉണ്ടാവട്ടെ ജീവിതത്തിൽ ഒരു മന്ദമാരുത പോലെ, ഒരു ഇളം കാറ്റ് പോലെ നിന്റെ ജീവിതത്തിൽ ഒരു ആധ്യാത്മിക പരിസരം വീശണം. അവിടെയാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു വെച്ച വാചകം ഒന്നുകൂടി ഓർക്കേണ്ടത്. വാടിപ്പോകാൻ സാധ്യതയുണ്ട്, വീണുപോകാൻ സാധ്യതയുണ്ട്, പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, തോറ്റുപോകാൻ സാധ്യതയുണ്ട്. പക്ഷേ വാടാത്ത വൃക്ഷം പോലെ ഇരിക്കണം, വാടാത്ത വൃക്ഷം പോലെ ആയി തീരണമെന്ന് സങ്കീർത്തനക്കാരൻ പഠിപ്പിക്കുകയാണ്. ഒരു വാചകം മാത്രം വേദപുസ്തകത്തിൽ ഒന്നുകൂടി ഓർത്തിടത്തിന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ആമോസ് പ്രവചനം 7-ാം അധ്യായം 14-15 വാക്യം. ആമോസ് പ്രവചനം 7-ാം അധ്യായം 14-15 വാക്യം. ആ വാചകം വളരെ ശ്രദ്ധേയമാണ്. ആമോസ് പ്രവാചകൻ ബേതേലിന്റെ നടുക്കളത്തിലേക്ക് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് പോവുകയാണ്. ആമോസ് ബേതേലിന്റെ നടുക്കളത്തിലേക്ക് ചെല്ലുമ്പോൾ, ഇസ്രായേലിന്റെ നടുക്കളമായ ബേതേലിലേക്ക് എത്തുമ്പോൾ ആമോസിനോട് അമസ്യാവ് എന്ന് പറയുന്ന യെരോബെയാം രാജാവിന്റെ മഹാപുരോഹിതൻ ചോദിക്കുന്നുണ്ട്, ഹു ആർ യു, നീ ആരാണ്? അവിടെ തന്നെ പരിചയപ്പെടുത്തുന്ന മനോഹരമായ ഒരു ആത്മവിശ്വാസത്തിന്റെ, ഒരു ആധ്യാത്മിക പരിസരത്ത് നിന്ന് ഒരു ആത്മവിശ്വാസത്തിന്റെ വാക്കുകളാണ്. ആമോസ് പ്രവചനം 7-ാം അധ്യായം 14-15 വാക്യം. ആമോസ് അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനല്ല, കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും ആട്ടിടയനും അത്രേ. ആമോസ് പ്രവചനം 7-ാം അധ്യായം 14-15 വാക്യം. ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനല്ല, കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും ആട്ടിടയനും അത്രേ. ആമോസ് ആരാണെന്നറിയണം, എങ്കിലേ ഈ വാക്കിന്റെ ആഴം തിരിച്ചറിയാൻ കഴിയും. ആമോസ് ആരാണെന്ന് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനല്ല, കാട്ടത്തിപ്പഴം പെറുക്കുന്നവൻ. ആ വാചകം എന്തൊരു ആഴമുള്ള വാക്കാണ്. കാട്ടത്തിപ്പഴം പെറുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ കാട്ടത്തിപ്പഴം പറിക്കുവാൻ അവകാശമില്ലാത്തവനാണ് ആര്? പെറുക്കുന്നവൻ. പറിക്കുവാൻ അവകാശമില്ലാത്തവനാണ് ആര്? പെറുക്കുന്നവൻ. എന്തൊരു ആഴമായ, എന്തൊരു വിന്യാസമുള്ള വാക്കാണ്. ആമോസ് തന്നെ കുറിച്ച് പറയുകയാണ്, ഞാൻ കാട്ടത്തിപ്പഴം പെറുക്കുന്നവനാണ്. പെറുക്കുന്നവൻ എന്ന വാചകത്തിൽ തന്റെ ചുറ്റുപാടുകൾ എത്രമേൽ തന്നെ അകറ്റി നിർത്തി എന്നുള്ളതാണ്. പറിക്കുവാൻ അവകാശമില്ലാത്തവൻ, അതോറിറ്റി ഇല്ലാത്തവൻ, സ്വാതന്ത്ര്യമില്ലാത്തവൻ, തന്റെ ചുറ്റുപാടുകളിൽ നിന്ന് അകറ്റി നിർത്തിയവൻ. അടുത്തതാണ് ആട്ടിടയൻ. അത്ര സുഖമുള്ള പണിയൊന്നുമല്ല ഈ ആട്ടിടയൻ എന്നുള്ളത്. ഇടയനാവുക എന്നുള്ളത് അത്ര സുഖമുള്ള പണിയൊന്നുമല്ല. ആരാണ് ആട്ടിടയൻ? ഹിബ്രു ശീലയിൽ ആട്ടിടയനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഹിബ്രു ശീലയിൽ ആട്ടിടയനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്, പകൽ മുഴുവനും ആടുകളെ കൊണ്ട് അയാൾ നടക്കും. പകൽ മുഴുവനും ആടുകളെ അയാൾ പരിപാലിക്കും. കുന്നിൻ ചരിവുകളിലും പുല്ലുള്ള ഇടങ്ങളിലും പുല്ലുമേയുവാൻ ആടുകളെ കൊണ്ട് പകൽ മുഴുവനും ഇടയൻ നടക്കും. സന്ധ്യ മയങ്ങുമ്പോ വലിയ ഗുഹാമുഖങ്ങളിലേക്ക് എത്തിച്ചേരും. ഗുഹാമുഖങ്ങളിലേക്ക് ഈ ആടുകളെ കയറ്റും അതിന് വിശ്രമിക്കുവാൻ. ഗുഹാമുഖങ്ങൾക്ക് അടച്ചുറച്ച വാതിലുകളുണ്ടോ? ഇല്ല. പാറക്കെട്ടുകളുടെ ഉള്ളുകളിലേക്ക് അതിനെ വിശ്രമിപ്പിക്കുവാൻ ഈ ആടുകളെ അയാൾ കയറ്റും. എന്നിട്ട് രാത്രി മുഴുവനും ഉണർന്ന് ഉറങ്ങാതെ ആ ഗുഹാമുഖത്തിന്റെ വാതിലാകുന്നവനാണ് ആര്? ആട്ടിടയൻ. കുറുനരിയോ ചെന്നായോ രാത്രിയിൽ ആടിനെ കൊണ്ടുപോകാതിരിക്കാൻ തന്റെ ജീവിതം സമർപ്പിക്കുന്നവൻ, ഉറങ്ങാതിരിക്കുന്നവൻ, ഉണർന്നിരിക്കുന്നവനാണ് ഇടയൻ. അങ്ങനെ നടക്കുന്നൊരു മനുഷ്യൻ. ഒരിക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട്, ആമോസേ, നീ എവിടേക്ക് പോകണം? ഇസ്രായേലിന്റെ നടുക്കളമായ ബേതേലിലേക്ക് പോകണം. എന്താ കാര്യം? സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ നിർമ്മിച്ച് വിഗ്രഹാരാധന നടത്തുന്നു. ഞാൻ സ്നേഹിക്കുന്ന എന്റെ ജനം എന്നിൽ നിന്ന് അകന്നു പോകുന്നു. കോഴി തന്റെ ചിറകിൻ മറവിൽ കാത്തു പരിപാലിക്കുന്നത് പോലെ എന്റെ ജനത്തെ ഞാൻ കാത്തു പരിപാലിച്ചിട്ടും അവർ എന്നിൽ നിന്ന് അകന്നു പോകുന്നു. ആമോസേ, നീ എനിക്ക് വേണ്ടി ഇസ്രായേലിന്റെ നടുക്കളമായ ബേതേലിലേക്ക് പോയി പ്രവചനം നടത്തണം. ഇതാണ് കാര്യം.
ഈ ഉദ്ദിഷ്ടകാര്യവുമായി സദുദ്ദേശത്തോടുകൂടി ഇസ്രായേലിന്റെ അടുക്കളത്തിലേക്ക് വരുന്ന ആമോസിനോട് യൊരോബെയാം രാജാവ് ചോദിക്കുകയാണ്, ഹൂ ആർ യു? വാടാ. വീഴാനുള്ള സാധ്യതയുണ്ട്, തളർത്താനുള്ള സാധ്യതയുണ്ട്, പരാജയപ്പെടാം. ആ ഒറ്റ വാചകത്തിൽ ആമോസ് തകർന്നു വീഴും. പക്ഷെ വീണില്ല. അയാൾ കൊടുത്ത മറുപടി എന്താ? ഞാൻ പ്രവാചകനല്ല, ഞാൻ പ്രവാചക ശിഷ്യനല്ല. ഇന്ന് ഈ ചെറുത്തുനിൽപ്പ് നമുക്കുണ്ടോ? കണ്ണിമാങ്ങ പറുക്കി നടക്കേണ്ട പ്രായത്തിൽ, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഡിപ്രഷന്റെ പേരിൽ കയറിൽ കയറി തൂങ്ങുന്ന കാലഘട്ടമാണ്. 7ലും 8ലും 9ലും പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ കേൾക്കണം. എന്ത് ഡിപ്രഷൻ! ജീവിതത്തെ എല്ലാം മറന്ന് ഓടി നടന്നൊരു പ്രായമല്ലേ? നിങ്ങളും ആ പ്രായം കടന്നു വന്നവരല്ലേ? പിന്നെന്താ പ്രശ്നം? ചുറ്റുമുള്ള പ്രതിസന്ധികളിൽ നിന്ന് വീടിനുള്ളിലേക്ക് വരുമ്പോൾ അതിലും വലിയ പ്രതിസന്ധി. വീടിനുള്ളിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. 7-8 വയസ്സുള്ള അല്ലെങ്കിൽ 7-8 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കയറുമേൽ തൂങ്ങണമെങ്കിൽ അവളെ മുറിവേൽപ്പിച്ച മറ്റുള്ളവരുടെ വാചകം മാത്രമായിരുന്നില്ല. അവൾ ആശ്വാസം കണ്ടെത്തുന്ന ഇടങ്ങളിലേക്ക് അവളെ പരാജയപ്പെടുത്തി ചില വാക്കുകൾ ഉണ്ടായേക്കാം. മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ, A+ ലഭിക്കാത്തതിന്റെ പേരിൽ, വാടിപ്പോകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നിടത്ത് ആർജവത്വത്തോടുകൂടി ജീവിതത്തെ നേരിടണമെന്നുള്ളതാണ്. മോട്ടിവേഷന് പിന്നാലെ എല്ലാവരും പോവും. മോട്ടിവേഷന്റെ കാലഘട്ടമാണ്. ഏറ്റവും വലിയ മോട്ടിവേഷനുള്ള സാധനമാണ് ഈ ബൈബിള്. ബൈബിളിനപ്പുറമുള്ള മോട്ടിവേഷൻ ഉള്ളതുണ്ടോന്ന് എനിക്കറിയില്ല. മോട്ടിവേഷന് പിന്നാലെ പോകുന്നത്. ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതത്തിലേക്ക് ഉയർത്തും, എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും. ഇതിനപ്പുറത്തേക്ക് എന്താ മോട്ടിവേഷൻ? ജീവിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. എന്താണ്? ജീവിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. വചനം പറയുന്നതാണ് ജീവിതത്തെ നേരിടൂ. സങ്കീർത്തനം പറയുന്നത് തന്നെയാണ് ജീവിച്ചേ പറ്റത്തുള്ളൂ. തോറ്റെങ്കിൽ അടുത്ത പരീക്ഷ നീ എഴുതണം. നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിച്ചവരെല്ലാവരും നിന്നെ തളർത്തിയെങ്കിൽ അവരുടെ മുമ്പിൽ ഉയർന്ന് നീ ജീവിക്കണം. ജീവിച്ചേ പറ്റൂ എന്നുള്ള ഒരു തിരിച്ചറിവ്. വാടിപ്പോകാനുള്ള സാധ്യത ഉണ്ടായിട്ടും വൃക്ഷത്തിലൂടെ ഒരു മനുഷ്യനോട് സങ്കീർത്തനക്കാരൻ പറയാണ്, ഇല്ല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കണം. വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. 2018 നമുക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത ഒരു വർഷമാണ്. പ്രളയം. പമ്പാ നദി കവിഞ്ഞൊഴുകിയ ആ രാത്രിയിൽ ജന്മം തന്ന അമ്മയും നെഞ്ചോട് ചേർത്ത വീടും പ്രളയം വിഴുങ്ങിയപ്പോൾ അവളും അനുജത്തിയും അച്ഛനും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടു. പമ്പാ നദി കവിഞ്ഞൊഴുകിയ ആ രാത്രിയിൽ ജന്മം കൊടുത്ത അമ്മയും നെഞ്ചോട് ചേർത്ത വീടും പ്രളയം വിഴുങ്ങിയപ്പോ ആ പൂമുഖത്ത് നിന്ന് അനുജത്തിയെയും അച്ഛനെയും കൂട്ടി അവൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയി. പ്രളയ കലുഷിതമായ സാഹചര്യങ്ങൾ അടങ്ങിയെന്നറിയുമ്പോൾ ഈ ഉമ്മറക്കോലായിലേക്ക്, വീടിന്റെ മുറ്റത്തേക്ക്, പൂമുഖത്തേക്ക് ഈ മകൾ കടന്നു വരുന്നുണ്ട്. നെഞ്ചോട് ചേർത്ത വീട് തകർന്നു കിടക്കുന്ന ആ പൂമുഖത്ത് സ്വന്തം അമ്മയെ കാർന്നു തന്നെ പ്രളയ പൂമുഖത്തേക്ക്, കലുഷിതമായ സാഹചര്യങ്ങൾ അടങ്ങിയെന്നറിയുമ്പോൾ അവൾ മെല്ലെ നടന്നു വരുന്നുണ്ട്. വീടിന്റെ പൂമുഖത്തുകൂടി അവൾ നടന്നു പോകുമ്പോൾ കാലിൽ എന്തോ ഒന്ന് ഉടക്കുന്നുണ്ട്. അച്ഛൻ അനുജത്തിക്ക് അക്ഷരങ്ങൾ എഴുതി പഠിക്കുവാൻ വാങ്ങിക്കൊടുത്ത സ്ലേറ്റാണ്. ചിന്നിച്ചിതറി പൊട്ടിച്ചിതറി പൂമുഖത്ത് കിടക്കുകയാണ്. ചിന്നിച്ചിതറിയ പൊട്ടിയ കഷ്ണങ്ങൾ, ആ സ്ലേറ്റ് കഷ്ണങ്ങളിൽ ഒന്ന് അവൾ മെല്ലെ എടുത്തിട്ട് നനഞ്ഞ് കുതിർന്ന ചോക്ക് കഷ്ണം കൊണ്ട് അവൾ എഴുതി അത്രേ, മഹാപ്രളയമേ, 1000 പ്രളയങ്ങൾ ആഞ്ഞടിച്ചാലും തകർക്കുവാൻ കഴിയില്ല എന്റെ സ്വപ്നങ്ങളെ. അച്ഛൻ അനുജത്തിക്ക് വാങ്ങിക്കൊടുത്ത സ്ലേറ്റ് കഷ്ണങ്ങളിൽ നനഞ്ഞ ചോക്ക് കഷ്ണം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവൾ എഴുതിയത്രേ, 1000 പ്രളയമേ നീ ആഞ്ഞടിച്ചാലും എന്റെ സ്വപ്നങ്ങൾ തകർക്കുവാൻ കഴിയില്ല. 2020 ചെങ്ങന്നൂർ താലൂക്കിൽ എല്ലാ വിഷയത്തിനും A+ നേടി ആ മകൾ ജീവിതത്തിന്റെ ധരയിലേക്ക് പ്രവേശിക്കുമ്പോ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, there leads to not wither. ഇല്ല, ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഇല്ല,
ഇല്ല. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, എണ്ണിയാൽ തീരാത്ത കടങ്ങളുണ്ട്. പക്ഷെ നമുക്ക് പറയണം, വാടാത്ത വൃക്ഷം പോലെ ആയിത്തീരണം. പ്രിയമുള്ളവരെ, ഈ പകൽക്കാലം നമ്മൾ ചിന്തിച്ചത് ആറ്റരുകത്ത് നിൽക്കുന്ന ഒരു വൃക്ഷത്തെ കുറിച്ചാണ്. രണ്ട് പ്രത്യേകതകളാണ്. ഒന്നാമത്, which yield their fruit in season, തക്ക സമയത്ത് ഫലം കായ്ക്കുക. രണ്ടാമത്, ഇല വാടാത്ത വൃക്ഷം, their leaves do not wither. നമ്മൾ എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ളതപ്പുറം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിത പ്രതിസന്ധികളെ സമീപിക്കുന്നത് എന്നുള്ളതാണ്. ജീവിതത്തെ ഞാൻ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഒരു ആധ്യാത്മിക പരിസരം നമുക്കുണ്ടാവണം. ഭൗതിക ജീവിതത്തിൽ സമയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഏവരുമേ, നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഇന്നു മുതൽ കൃത്യമായ സമയം, കൃത്യനിഷ്ഠത, ക്രിസ്തുവിന് മുമ്പിലെങ്കിലും കൃത്യതയോടുകൂടി കടന്നു വരുവാൻ നമുക്ക് കഴിയണം. അവിടെ നിക്കോദിമോസിനെ കണ്ടു, പേര് പറയാത്ത കുട്ടികളെ കണ്ടു, പൊക്കം കുറഞ്ഞവനായ സക്കായിയെ കണ്ടു. അവസാനം ലോകം മുഴുവനും കള്ളനെന്ന് വിളിച്ചവൻ കാൽവരിയുടെ മാമലയിൽ പർദീസായുടെ അവകാശം പോർന്നതും കണ്ടു. രണ്ടാമതായി സങ്കീർത്തനക്കാരൻ പറഞ്ഞു വെക്കുന്നു, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാകും, ദുഃഖങ്ങൾ ഉണ്ടാവും, ദുരിതങ്ങൾ ഉണ്ടാകും. വീഴാതിരിക്കുക, വാടാതിരിക്കുക, പരാജയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിന് ഈ വെള്ളിയാഴ്ച കഴിയട്ടെ. തേർഡ് ഡേ എന്നുള്ളതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ വാചകമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊരു ക്രിസ്ത്യാനിയുടെ ഉള്ളിലും മനോഹരമായി ഇരച്ചു കയറേണ്ട ഒരു വാചകമാണ് തേർഡ് ഡേ, മൂന്നാം ദിവസം. എന്താണ് മൂന്നാം ദിവസത്തിന്റെ പ്രത്യേകത? മനുഷ്യന്റെ എല്ലാ സാധ്യതകളും അവസാനിക്കുന്ന, ദൈവത്തിന്റെ സാധ്യതകൾ ആരംഭിക്കുന്ന ഒരു ദിവസത്തിന്റെ പേരാണ് തേർഡ് ഡേ, മൂന്നാം ദിവസം. കാലുതെറ്റി പുഴയിലേക്ക് വീണ ഒരു മനുഷ്യനെ കാണാതായി. നിങ്ങൾ എത്ര ദിവസം കാത്തു നിൽക്കും? 3 ദിവസം. 3 ദിവസം കഴിയുമ്പോൾ പിന്നെ പോകുന്നത് അയാളുടെ ശവമാണ്. അവിടെ ദൈവത്തിന്റെ സാധ്യതകൾ ആരംഭിക്കുന്നു എന്നുള്ളത് പറഞ്ഞു വെക്കുകയാണ്. തേർഡ് ഡേ, മനുഷ്യന്റെ സാധ്യതകൾ അവസാനിക്കുന്നിടത്ത് ദൈവത്തിന്റെ സാധ്യത ആരംഭിക്കുന്ന ഒരു ദിവസം. 4 ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി, വലിയ കല്ല് ഉരുട്ടി വെച്ചിരിക്കും. 4 ദിവസമായി എന്നാണ് ലാസറിന്റെ സഹോദരിമാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലാ സാധ്യതയും പൂർണ്ണമായി അവസാനിച്ചു. പക്ഷേ കർത്താവ് എന്താ പറയുന്നത്? അവൻ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ദൈവത്തിന്റെ സാധ്യത ആരംഭിക്കുന്ന 3-ാം ദിവസം. അതുകൊണ്ട് പര്യവസാനിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുടെ ഉറപ്പോടുകൂടി നമുക്ക് പോകാൻ കഴിയണം. ഒട്ടേറെ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ ഒരു തേർഡ് ഡേ, ഒരു പ്രതീക്ഷ, 3-ാം ദിവസം, അത് നമുക്കുണ്ടാവണം. ഒരു വെള്ളിയാഴ്ച കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. ഞായറാഴ്ച അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് സത്യമായും നമ്മൾ വിശ്വസിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അതിന് ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കുണ്ടാകട്ടെ. ഒരു 3-ാം ദിവസത്തിന്റെ സാധ്യത നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നല്ല ശ്രദ്ധയ്ക്ക് നന്ദി. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.